ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 40ാമത്തെ ക്ലാസ്സിലേക്കാണ് ഡിസംബർ മാസം 1-ാം തീയതി 2025 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ 11 മാസവും ക്ഷേമത്തോടെ നടത്തിയ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ അവസാന മാസം വലിയ ശുദ്ധീകരണത്തിനും സമർപ്പണത്തിനും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു ഉയർച്ചയ്ക്കും ഉന്നതിക്കും കർത്താവ് നമ്മളെ ഒരു പടി കൂടി ഉയർത്തിയ ദിവസങ്ങളിൽ ആ ദൈവദേശത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ഉതകത്തക്കവണ്ണം ഈ ബൈബിൾ പഠന ക്ലാസ്സുകൾ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വന്യ നാമത്തിൽ സ്നേഹത്തിന് വന്ദനം അറിയിക്കുന്നു. കർത്താവ് അവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉൾപ്രാവണാനന്തര സഭ അഥവാ കർത്താവിൻ്റെ മധ്യാകാശ പ്രതിഷ്ഠയ്ക്ക് ശേഷമായി സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എവിടെയാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്വർഗീയ സിംഹാസനത്തെക്കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ച് കഴിഞ്ഞ ചിന്തിപ്പാൻ കഴിയാതെ വന്നു. ദൈവം അത് മൂടി വെച്ചിരുന്നു. വിശുദ്ധന്മാർക്ക് പ്രവാചകന്മാർക്ക് അത് അല്പാൽപമായി വെളിപ്പെടുത്തി ഓരോ സന്ദർഭത്തോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. എന്നാൽ മറ നീക്കി അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് 24 മൂപ്പന്മാർ, 4 ജീവികൾ, 7 ദീപങ്ങൾ. ഇത് സംബന്ധമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനം ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസന ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഈ 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിൽ നിന്ന് സഭയുമായി എടുക്കപ്പെട്ട ശേഷമായി അവിടെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസന മുമ്പിൽ ആ കണ്ണാടിക്കടൽ കാണിക്കുന്ന പരിശുദ്ധാത്മാവിന് നിദാനമായിട്ടുള്ളതാണ്. 24 മൂപ്പന്മാരും 4 ജീവികളും 7 ദീപങ്ങളും ദൈവിക തൃത്വത്തോടുള്ള ബന്ധത്തിൽ എടുക്കപ്പെടുന്ന സഭയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതങ്ങനെ നാം പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ അതിന് വചനപരമായ തെളിവുകൾ ആവശ്യമാണ്. അതാണ് ഇന്ന് രാത്രി നാം തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിൽ ദൈവസഭ എത്തിക്കഴിയുമ്പോൾ പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിലും പുത്രനാം ദൈവത്തോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവാം ദൈവത്തോടുള്ള ബന്ധത്തിൽ സഭ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്വർഗത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിലെ മാറ്റങ്ങൾ 12 വിധ മാറ്റങ്ങളാണ് നമുക്ക് പൊതുവായി കാണാൻ സാധിക്കുന്നത്. 12 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ സ്വർഗത്തിൽ മനുഷ്യരുടെ ബന്ധത്തിൽ സംഭവിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ സ്വർഗത്തിൽ സംഭവിച്ചു. അത് മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമുക്കതേക്കുറിച്ച് അറിയത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടികളെക്കുറിച്ചോ അതേക്കുറിച്ചുള്ള വിവരണം നമുക്കറിയത്തില്ല. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളുണ്ട് എന്നുള്ളത് അറിയാം. നമ്മൾ ഒരു നാൾ പിന്നീട് അവനോട് കൂടെ സഞ്ചരിക്കുമ്പോഴതൊക്കെ മനസ്സിലാകും. എന്നാൽ മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ, പ്രത്യേക സംഭവം അല്ലെങ്കിൽ മാറ്റമില്ലാത്ത
സ്വർഗാസുരത്തിൽ ചില പ്രത്യേക മാറ്റങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യ സൃഷ്ടികളുടെ ബന്ധത്തിലാകും. അതിൽ ഒന്നാമത്തെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. സകലത്തെയും സൃഷ്ടിച്ച ശേഷമായി, വചനം കൊണ്ട് സൃഷ്ടിച്ച ശേഷമായി ദൈവം തൻ്റെ സ്വരൂപ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവിക തൃത്വം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഒന്നാമത്തെ സംഭവം. അതുവരെയും സ്വർഗത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ദൈവിക തൃത്വം സ്വർഗത്തിലായിരുന്നു. അവർ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. 3 പേരും കൂടെ വന്നാണ് മനുഷ്യനെ അവൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ സംഭവം ഉണ്ടായത് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതാണ്. സ്വർഗത്തിലായിരുന്ന യേശു ക്രിസ്തുവാണ് വചനവാൻ ദൈവം ഭൂമിയിലേക്ക് ഏകജാതനായി വരുവാൻ ഇടയാക്കുന്നു. മൂന്നാമത്തെ സംഭവം മരണത്തെ ജയിച്ചു എന്നിട്ട് യേശു കർത്താവ് സ്വർഗാസുരത്തിലേക്ക് ആദ്യജാതനായി എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. നാലാമത്തെ സംഭവം സ്വർഗത്തിൽ നടന്നത്, നാലാമത്തെ സംഭവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ നാല് സംഭവങ്ങളാണ് നടന്നത്. അതിൽ 4 സംഭവങ്ങളും സംഭവിച്ച കാര്യങ്ങളാണ്. മനുഷ്യരുടെ ബന്ധത്തിൽ നമ്മളെ സൃഷ്ടിക്കാനായിട്ട് കർത്താവ് ദൈവതൃത്വം വന്നു. രക്ഷിപ്പാനായിട്ട് ഏകജാതനായി ദൈവജനമായ ക്രിസ്തു ലോകത്തിൽ വന്നു. മരിച്ചടക്ക പുനരുത്ഥാനത്തിൽ ആദ്യനായി കർത്താവായ യേശു ക്രിസ്തു സ്വർഗാസുരത്തിലേക്ക് കയറിപ്പോയി. അതിൻ്റെ 4ാമത്തെ സംഭവം സ്വർഗാസുരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചതാണ്. ഇത്രയും സംഭവങ്ങൾ നടന്നു. ബാക്കിയുള്ള 8 സംഭവങ്ങൾ നടക്കാനുള്ളതാണ്. ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കത് സംശയമില്ലാത്ത കാര്യമാണ്. 5ാമത്തെ സംഭവത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അത് മധ്യാകാശ പ്രത്യക്ഷയിൽ ദൈവസഭയും പരിശുദ്ധാത്മാവും സ്വർഗാസുരത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഞങ്ങൾക്കുണ്ട്. ഞാനിപ്പോൾ 12 കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ജിജ്ഞാസ ഉണ്ടായി കാണും. 12 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയാൻ ആഗ്രഹം കാണും. ദൈവം വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് സവിസ്തരമായിട്ട് ഒരു കോൺഫറൻസോ അല്ലെങ്കിൽ ക്യാമ്പോ ഒക്കെ നടത്തണമെന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഇനി സംഭവിക്കാനുള്ളത് 5ാമത്തെ കാര്യം ദൈവസഭയുടെ എടുക്കപ്പെടലും പരിശുദ്ധാത്മാവ് സ്വർഗാസുരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിൻ്റെ 6ാമത്തെ കാര്യം 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ പർദീസയുടെ 3ാം സ്വർഗത്തിൻ്റെ സഭസ്വർഗത്തിൽ പോകുമ്പോൾ 3ാം സ്വർഗത്തിലുള്ളവർ എടുക്കപ്പെടുന്നത് 1-2 സ്വർഗത്തിലുള്ളവർ എടുക്കപ്പെടും. അപ്പം അവിടേക്ക് നിറയപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പോൾ സ്വർഗാസുരത്തിലേക്ക് മീതിയുള്ള യെരൂശലേമിൽ ആത്മാക്കൾ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസുരത്തിലേക്ക് എത്തും. അതിൻ്റെ 7ാമത്തെ സംഭവമായിരിക്കും 1ാമത്തെ പുനരുത്ഥാനത്തിൽ സ്വർഗാസുരത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ വിശുദ്ധന്മാരും കൂടി എത്തിച്ചേരുന്നത്. 8ാമത്തെ സംഭവം സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു രാജ്യത്തെ ഏറ്റെടുക്കുന്നതാണ്. 9ാമത്തെ കാര്യം കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. 10ാമത്തെ സംഭവം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയായ 2ാമത്തെ വരവാണ്. 11ാമത് സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് പിതാവാൻ ദൈവത്തെ ഭരണമേൽപ്പിക്കാൻ വേണ്ടി സ്വർഗാസുരത്തിലേക്ക് നിന്ന് വന്നവർ തിരികെ കരയേറിപ്പോകുന്നതാണ്. 12ാമത്തെ സംഭവം പുതുവാന ഭൂമിയിലേക്ക് തേജസ്സുള്ള പുതിയ യെരൂശലേം അത് സ്വർഗസിംഹാസനത്തോടുകൂടെ ഈ സ്വർഗസിംഹാസനമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് 12 കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. ഇതിൽ 5ാമത്തെ കാര്യമായിരിക്കുന്ന മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. സഭ സ്വർഗത്തിലെത്തി. അപ്പോൾ സഭ സ്വർഗത്തിലെത്തിയെങ്കിൽ പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ സഭ എവിടെയാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അന്ന് വരെയും ഇല്ലാതിരുന്ന ചില പ്രത്യേക കാര്യങ്ങൾ അവിടെ കാണുകയാണ്. ഒന്ന്, അവിടെ സിംഹാസനങ്ങൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൻ്റെ എണ്ണം പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനങ്ങൾ 3 എന്നുള്ളത് അല്ലാതെ അത് പുത്രനാം യേശുവിൻ്റെ സിംഹാസനം അത് 24 സിംഹാസനങ്ങളായി വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് വ്യക്തമാക്കുന്നത്. പരിശുദ്ധമാവാൻ ദൈവത്തിന് സിംഹാസനം ഉണ്ടോ? ചിലർക്കൊക്കെ പരിശുദ്ധമാവാൻ ദൈവമല്ല എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. പിതാവിന് സിംഹാസനമുണ്ട്, പുത്രന് സിംഹാസനമുണ്ട്. പരിശുദ്ധമാവാൻ സിംഹാസനം എവിടെ എന്ന് ചോദിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിന്റെ സിംഹാസനം ദൈവത്തിൻ്റെ ആലയത്തിലുള്ള സിംഹാസനമാണ്. പരിശുദ്ധാത്മാവിന്റെ സിംഹാസനം എന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവ എന്ന വാക്യത്തിൽ നമ്മൾ നമ്മുടെ അടുത്ത് ചിന്തിച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അപ്പോൾ ഈ സ്വർഗാസ്വർഗത്തിലേക്ക് സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അന്ന് വരെ ഇല്ലാതിരുന്നതും അവിടെ എത്തേണ്ടതുമായിരിക്കുന്ന ഒരു മഹാസംഭവമാണ് ദൈവസഭ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേർന്നത്. അതിനെ ആലങ്കാരികമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ ദൈവിക അധികാരത്തോടുള്ള ബന്ധത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാരുടെ ബന്ധത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെയും പരിശുദ്ധന്മാരുടെ ബന്ധത്തിൽ തേജസ്സിനോട് ബന്ധത്തിൽ 7 ദീപങ്ങളുള്ള ബന്ധത്തിലും സ്വർഗാസ്വർഗത്തിൽ സഭയെ വെളിപ്പെടുത്തുന്നു. നമുക്കൊരു 7 ആഗോള സഭയുടെ 7 നിലവിളക്കുകളാണ് ഭൂമിയിൽ കാണിക്കുന്നത്. അത് തികവ് പ്രാപിച്ച് തേജസ്സിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ അത് 7 ദീപങ്ങളായി മാറ്റപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ ദീപങ്ങളും, പുത്രനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 4 ജീവികളും, അധികാരത്തോടുള്ള ബന്ധത്തിൽ 24 സിംഹാസനിരിക്കുന്ന മൂപ്പന്മാരുടെ ബന്ധത്തിലുമായി. ഇതെല്ലാം നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ജയാളികളുടെ സഭയാണ് പ്രതികരിക്കുന്നത്. നമുക്ക് അധികാരമുണ്ടായിരിക്കും, ശുശ്രൂഷ ഉണ്ടായിരിക്കും, നമുക്ക് തേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ വെറുതെ അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇവിടെ ആരാധനയ്ക്ക് കുറവുണ്ടായിട്ടില്ല നമ്മളെ കൊണ്ടുപോകുന്നത്. സ്വർഗാസ്വർഗത്തിൽ ആരാധിക്കുവാൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ എപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ദൈവമക്കളെ നമ്മളെ അവിടെ കൊണ്ടുപോകുന്നത് അവിടെ ആരാധനക്കാർ കുറവായതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്നില്ല. ചില ചിന്തിക്കുന്നത് ഒരു കൂട്ടം ദൂതന്മാർ താഴെ വീണ് പോയപ്പോൾ അവർക്ക് പകരമായിട്ടാണ് ദൈവം കുറച്ചുപേരെ മണ്ണിൽ നിന്ന് കൊണ്ട്. അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യം അങ്ങനെയല്ല. സ്വർഗാസ്വർഗത്തിൽ ഒരു മാറ്റവും ഇതാണ് മാറ്റം സംഭവിക്കുന്നത്. അവിടെ സംഭവിക്കുന്ന മാറ്റമെല്ലാം നമ്മുടെ മാറ്റത്തിന് വേണ്ടിയാണ്. നമ്മുടെ നിത്യതയുള്ള ബന്ധത്തിലാണ് സ്വർഗാസ്വർഗത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ അതുവരെ ഇല്ലാതിരുന്നത് ഞാനിവിടെ ഈ 4-ാം അധ്യായത്തിൽ വിളിക്കും. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് യോഹന്നാൻ കാണുമ്പോൾ പണ്ടുള്ള പ്രവാചകന്മാരോ ദർശകന്മാരോ കണ്ട ഒരു ചിത്രമല്ല അവർ കാണുന്നത്. സഭ എടുക്കപ്പെട്ട ശേഷമായി അവൻ കാണുന്നത് ഈ സ്വർഗീയ സിംഹാസനവും സിംഹാസനം ഇരിക്കുന്നവനെയും, അതുപോലെ സിംഹാസന ചുറ്റിലും 24 സിംഹാസനം വെച്ചിരിക്കുന്നു, വെള്ളയെടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനം ഇരിക്കുന്ന 24 മൂപ്പന്മാരെയും അവരുടെ തലയിൽ പൊൻകിരീടധാരികളായി 24 മൂപ്പന്മാർ അവര് ദൈവത്തോടു കൂടെ 24 സിംഹാസനങ്ങളിൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണും. സിംഹാസനത്തിൽ മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആജ്ഞകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദൈവങ്ങൾ സിംഹാസനം മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കള്ളൽ, സിംഹാസന നടുവിലും സിംഹാസന ചുറ്റും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഇതുവരെയും ഇങ്ങനെയുള്ള ഒരു ദർശനം ആരും കണ്ടിട്ടില്ല. എന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകാൻ പോകുകയാണ്. എന്നാണ് സംഭവിക്കുന്നത്? ദൈവസഭ എടുക്കപ്പെട്ട ശേഷമാണ് ഈ പുത്രന്റെ സിംഹാസനം 24 സിംഹാസനങ്ങളുടെ ബന്ധത്തിൽ അത് മാറ്റപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ സ്വർഗത്തിൽ ഇതിനോടനുബന്ധമായി എത്ര സിംഹാസനം കാണാൻ സാധിക്കുന്നുണ്ട്? 26 സിംഹാസനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ആധികാരികതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 പിതാവാം ദൈവത്തിന്റെ സിംഹാസനം, 2 പുത്രന്റെ സിംഹാസനം, 24 സിംഹാസനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ സിംഹാസനം, സ്വർഗീയ സിംഹാസനം, അങ്ങനെ 24 26. ആരെങ്കിലും ചോദിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ എത്ര സിംഹാസനം ഉണ്ട് എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിന് ആധികാരികതയിൽ നമുക്ക് പറയാൻ സാധിക്കും 26 സിംഹാസനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അവിടെ 3 സിംഹാസനങ്ങളേ ഉള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനമേ ഉള്ളൂ. എന്നാൽ ദൈവസഭ എടുക്കപ്പെട്ട ശേഷമായി കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് പകരമായി 24 സിംഹാസനങ്ങളായി മാറ്റപ്പെടുമ്പോൾ 26. അപ്പോൾ യേശു ക്രിസ്തുവിനുള്ളതെല്ലാം നമുക്കുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നമ്മൾ ഇരുത്തുന്നതിന് ബന്ധം. ഇതെല്ലാം വചനപരമായിട്ട് വ്യക്തമായിട്ട് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.
നമ്മളിൽ ആത്മീയമായ കാഴ്ചപ്പാട് വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഗം പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ വെളിപ്പാട് പുസ്തകം ആർക്കെങ്കിലും എടുത്തു വെച്ച് അധ്യായ ക്രമത്തിൽ വായിച്ചാൽ അത് മനസ്സിലാക്കിയതൊന്നും മനസ്സിലാകത്തില്ല. 24 മൂപ്പന്മാരാരാന്നും പറയത്തില്ല, 4 ജീവികൾ ആരാന്നും പറയത്തില്ല, ഈ 7 ദീപങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തത്തില്ല. ഇതൊന്നും വ്യക്തമായി വെളിപ്പെടുത്താൻ കഴിയത്തില്ല. ഇനി ചിലർക്കൊക്കെ 24 മൂപ്പന്മാരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. 24 മൂപ്പന്മാർ അത് പ്രധാനമായിട്ടുള്ള ചില പഠിപ്പിക്കലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 പഠിപ്പിക്കലുകളാണ്. ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കാം. കർത്താവിന്റെ മധ്യാകാശ പ്രതിഷ്ഠയിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം അവർ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ളവരാണെന്നുള്ള അവകാശപ്പെടുന്നവർ, മനുഷ്യരിൽ നിന്നുള്ളവരാണ്. എന്നാൽ മൂപ്പന്മാരെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. രണ്ടാമത് പറയുന്ന അവർ ദൂതന്മാരാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. 3 നിറവേറപ്പെടാനുള്ള സ്വർഗീയ പുരോശുശ്രൂഷയുള്ള ബന്ധത്തിൽ 24 കൂറുകളിൽ ഉൾപ്പെടുന്നവരാണ്. അഗ്രോന്യ 24 കൂറുകളിൽ ഉൾപ്പെടുന്നവരാണ് 24 മൂപ്പന്മാരെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിന് ആധാരമായിട്ട് എടുക്കുന്നത് ദിനവൃത്താന്ത പുസ്തകം 24-1-19 എവിടെയെങ്കിലും 12 നക്ഷത്രങ്ങൾ എന്നുള്ള ഭാഗവും 24 എന്നുള്ള നമ്പറോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അതിലേക്ക് പോകും ശ്രദ്ധ. അപ്പം അതിനുമായിട്ട് വെച്ചൊരു വ്യാഖ്യാനം വെച്ച് നോക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൺകോർഡൻസ് വെച്ച് നമ്മൾ പഠിച്ചാൽ വെളിപ്പാട് ദിവസം പഠിക്കാൻ പറ്റത്തില്ല. വെളിപ്പാട് 24-1-19 വരെ 24 കൂറുകളെ കണ്ടപ്പോൾ 24 മൂപ്പന്മാർ അതാണെന്ന് പറഞ്ഞ് അങ്ങ് സംശയിപ്പിക്കരുത്, അങ്ങ് അടിച്ചേൽപ്പിക്കരുത്. എന്നാൽ ഇവരല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരാണ് എന്നുള്ളതിൻ്റെ വ്യക്തത നമുക്ക് പിന്നെ മറ്റൊരു ചിന്താഗതിയുണ്ട്. 4ാമത്തെ ചിന്താഗതി, പഴയ നിയമത്തിലെ ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരായ 12 പേരും പുതിയ നിയമത്തിലെ യേശുവിൻ്റെ അപ്പോസ്തലന്മാരായ 12 പേരും ഉൾപ്പെടുന്ന സംഘമാണ് 24 സിംഹാസന സ്വർഗത്തിൽ ഇരിക്കുന്നുള്ള ചിന്താഗതിയാണ് പൊതു സ്വീകാര്യത. പ്രത്യേകിച്ച് വേർപെട്ടവരുടെയൊക്കെ ഇടയിൽ ഉള്ള ചിന്ത ഇതാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കാത്തതല്ല, പഠിപ്പിച്ചു ഇത്രയും വർഷങ്ങളായി വെളിപ്പാട് പുസ്തകം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പൊതുവായിട്ടുള്ള പഠിപ്പിൽ പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരുമാണ് ഈ 24 മൂപ്പന്മാർ എന്നുള്ള ഒരു ചിന്താഗതി പലരും പൊതു സ്വീകാര്യതയായിട്ട് അംഗീകരിച്ചിട്ടുള്ള വചനമാണ്. അത് മനുഷ്യനാണ് എടുക്കപ്പെടുന്നുള്ള ചിന്തയുള്ള ബന്ധത്തിലാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഏതെങ്കിലും ഒരു ചിന്താഗതിയെ നമ്മൾ വേഗത്തിൽ അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവരെല്ലാം എല്ലാവർക്കും പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്ക് മാത്രമേ പഠിപ്പിക്കാവുള്ളൂ, ഞങ്ങൾ അങ്ങനെയില്ല. വേദപുസ്തകം വചനം ആർക്കും പഠിപ്പിക്കാം, അതിനുള്ള സാവകാശം ദൈവം തന്നിട്ടുണ്ട്. അത് മുദ്രയിട്ടിട്ടില്ല, ഇന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ല. ആർക്കും എടുത്ത് പഠിപ്പിക്കാം. രാഷ്ട്രീയക്കാർക്കെടുക്കാം, ചിന്തകർക്കെടുക്കാം, എഴുത്തുകാർക്കെടുക്കാം, ഏത് മനുഷ്യനും ദൈവനും എടുക്കാം. അപ്പോൾ എടുക്കുന്ന ഓരോരുത്തരും അവിടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഈ വചനം പഠിപ്പിക്കാൻ വേണ്ടി ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ ഇന്നയാൾ മാത്രമേ വ്യാഖ്യാനിക്കണമെന്നില്ല. ഇത് എഴുതപ്പെട്ടത് അതിനെ എഴുതാൻ ആർക്കും പറ്റത്തില്ല, കൂടുതൽ എഴുതാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. വ്യാഖ്യാനിക്കാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട്, ആർക്കുള്ള വ്യാഖ്യാനിക്കാം. അത് വ്യാഖ്യാനിക്കുമ്പോൾ ആ ചിന്താഗതിയെ നമ്മൾ വേഗത്തിൽ അതിനെ തള്ളിക്കളയുകയോ നമ്മളതിനെ അംഗീകരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അവയ്ക്ക് എത്രമാത്രം ദൈവവചന വെളിപ്പെടുത്തലുകളുള്ള യോഗ്യതയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ഇതാണ് നമ്മൾ തീരുമാനത്തെത്തേണ്ടത്. നമ്മളതിനെ എത്രമാത്രം അതിനെ യോഗ്യതയുണ്ട്, നമുക്ക് യോജിക്കാൻ പറ്റും, ഈ ഇൻ്റർപ്രിട്ടേഷൻ ശരിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയെടുത്തിട്ടാണ് അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലാതെ ഇന്നയാൾ പറഞ്ഞതുകൊണ്ട് അതങ്ങനെയാണെന്ന് ചിലർക്ക് അങ്ങനെയുണ്ട്. ഇന്നയാൾ പറഞ്ഞാണെങ്കിൽ ഓക്കെ, അദ്ദേഹം പറഞ്ഞതല്ലേ അത് ശരിയാണ്, അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് പൗലോസ് സംസാരിച്ച വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടായിരുന്നു, പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ പൗലോസ് തന്നെ ഖണ്ഡിച്ച് കളഞ്ഞില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ചില വിഷയങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് ദുരുപദേശം അത് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ശ്രദ്ധിക്കണമെന്ന് പത്രോസ് സഭകൾക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ആൾക്കാർ അങ്ങനെ പറയത്തില്ല. അവർ പെട്ടെന്ന് തന്നെ പറയും, ഒന്നും ചെവിക്കൊള്ളരുതെന്ന് പറഞ്ഞ് അതിനെ ഖണ്ഡിച്ച് കളയുകയുള്ളൂ. കാരണം അതിനുള്ള സമയമില്ല, അതല്ല എങ്ങനെയാണെന്ന് തെളിയിക്കാൻ അവരെ കൊണ്ട് പോകത്തുമില്ല. കേൾക്കേണ്ടെന്ന് പറഞ്ഞ് അതിനെ മുടക്കുകയുള്ളൂ. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ അങ്ങനല്ല പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ വിഷയങ്ങളിൽ ചില
കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വന്നപ്പോൾ പൗലോസ് പറഞ്ഞില്ല, തള്ളിക്കളയരുത്, അതിനെ നിസ്സാരമായി കാണുക. കാരണം പൗലോസ് അറിയാം ആരാണ് പത്രോസിന് അറിയാം പൗലോസ് ആരാണെന്ന് അറിയാം. 2 പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ അതിൻ്റെ അവസാന അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയും. എന്നാൽ പ്രിയമുള്ളവരെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ പറയുകയാണ്, അവർ അസ്ഥിരന്മാരായിട്ടുള്ളവർ. ഇത് കേൾക്കുമ്പോൾ തന്നെ അതിനെ തള്ളിക്കളയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. തനിക്ക് ലഭിച്ച തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ച സകല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. പറയാ, എനിക്ക് തന്നെ അത് ഗ്രഹിക്കാൻ ചിലത് ബുദ്ധിമുട്ടുള്ളതുണ്ട്. ഇത് പറഞ്ഞ പൗലോസിന് പോലും അത് താൻ ആത്മാവിൽ എഴുതിയതാ. യോഹന്നാൻ ദർശനങ്ങൾ എഴുതുമ്പോൾ യോഹന്നാൻ മുഴുവൻ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവവചനം പറഞ്ഞു വരുമ്പോൾ കട്ടിയുള്ളതാണ്, ഗ്രഹിപ്പാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കാതെ കളയരുത്. ചിലരെന്ത് ചെയ്യുന്നറിയാവോ, അതിനെ ഞാൻ കോട്ടിക്കളയും, വേണ്ട, അതിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ച് കളയും. അപ്പം പത്രോസ് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമാണ് ചെയ്യുന്നത്. നമ്മളിത് ശ്രദ്ധയോടെ കേട്ട് കഴിയുമ്പോൾ, പഠിച്ചു കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ പൗലോസ് പറഞ്ഞതെല്ലാം പിൽക്കാലത്ത് സത്യമാണെന്ന് വെളിപ്പെടും എന്നാണ് പത്രോസ് അവിടെ പറഞ്ഞത്. ഒന്ന് പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് ദിവസം പഠിപ്പിക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടിയാണെന്ന് പറഞ്ഞ് ചിലരതിനെ വേണ്ട എന്ന് തിരസ്കരിക്കുന്നവരുണ്ട്. നിങ്ങൾ പറയുന്ന മുഴുവൻ ദുരുപദേശമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അത് ശരിയാണോ എന്നുള്ളത് ദൈവമേ, ഞാൻ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാത്തവർ, മുഴുവൻ വായിച്ചിട്ടില്ല, വായിക്കാതെ തന്നെ അതിനെ പലരും തിരസ്കരിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് കേൾക്കുമ്പോഴും ചിലതൊക്കെ ഒരുപക്ഷെ ഗ്രഹിക്കാൻ കഴിയാത്ത വിധം കട്ടിയുള്ളതായിരിക്കാം. എങ്കിലും കോട്ടിക്കളയരുത് കേട്ടോ, അതിനെ തിരസ്കരിച്ച് കളയരുത്. മനസ്സിലാകാറുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥന, കർത്താവേ ഗ്രഹിപ്പാനുള്ള കൃപ നൽകണമേ എന്നുള്ളത്. ഇതിനകത്ത് ഈ പറയുന്ന 4 ചിന്താഗതികളിൽ വന്നപ്പോൾ നമ്മളതിനെ പെട്ടെന്ന് അതിനെ എടുത്ത് ഇവർ പറയാൻ തെറ്റാണെന്നല്ല പറയുന്നത്. എന്നാൽ അത് അങ്ങനെ അവരുടെ ചിന്തകൾക്ക് അന്നത് ലഭിച്ചതാണെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നത് ദൈവസഭ സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം അവിടെ എത്തിച്ചേരുന്ന ദൈവസഭയുടെ ജയാളികളെക്കുറിച്ചാണ് എന്നുള്ളത് അധികാരത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, തേജസ്സിനുള്ള ബന്ധത്തിൽ, ദൈവീയ തൃത്വത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നാം അതിനെ പഠിപ്പിക്കുമ്പോൾ അതിന് ആധികാരികതയുണ്ട്. കാരണം നമ്മൾ ദൈവത്തോടാണ് ചേരാൻ പോകുന്നത്. ഇന്ന് വരെയും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സമത്വമാണുള്ളത്, ദൈവിക സമത്വമാണുള്ളത്. എന്നാൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയും ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അതിനുശേഷമായി ദൈവസമത്വത്തോട് ചേരുന്ന ദൈവത്തിൻ്റെ സദൃശന്മാർ അവിടെ എത്തിച്ചേരും. അതാണ് ഒരു പ്രത്യേകത. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സദൃശ്യത്തിലുള്ളവർ കൂടി എത്തിച്ചേരും. അവർ ദൈവത്തോട് സദൃശ്യത്തിലും സ്വരൂപത്തിലും ഒന്നായി തീർന്ന് പുത്രനോട്, ക്രിസ്തുവേശുവിനോട് സദൃശ്യപ്പെടും. അതുകൊണ്ടാണ് അവൻ്റെ സിംഹാസനം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ ചിന്താഗതിക്ക് അംഗീകരിക്കാൻ ഒരു സംശയവും വേണ്ട. ഇതിൻ്റെ അകത്ത് യാതൊരുവിധമായ സങ്കോചവും കൂടാതെ ഇത് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനകത്ത് വലിയ കട്ടിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ സദൃശന്മാരായിത്തീരുന്നവരാണ് സ്വർഗാസുഖത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. അവർ അധികാരമുള്ളവരാണ് എന്നുള്ളതും നമുക്കറിയാം. നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളാണ്, പ്രതിഫലമല്ല. രാവിലെ ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു പറഞ്ഞു, നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ്.
അവകാശികളാണ്. മക്കളെങ്കിലോ നാം അവകാശികളാണ്. പ്രതിഫലം കൊടുക്കുന്നത് കർത്താവ് രണ്ടാമത്തെ വരവിലാണ്. ഭൂമിയിൽ രണ്ടാമത് വരുമ്പോൾ അവർക്കനുസരിച്ച് പ്രതിഫലം ദൈവം കൊടുക്കും. ഓരോരുത്തരും ആയാസങ്ങൾ വരുത്തി ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിഫലം അതുപോലെ വെള്ളസിംഹാസനം മുമ്പാകെയും മഹത്വ സിംഹാസനം മുമ്പാകെയുമാണ് പ്രതിഫലം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോകുന്നവരായിട്ടല്ല, പ്രതിഫലം വാങ്ങിച്ച് പോകുന്നവരായിട്ടല്ല. നാം അവകാശികളാണ്. മക്കളെങ്കിലോ അവകാശികളാണ്. ഈ പ്രതിഫലം കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളും കൂടിയാണ് പ്രതിഫലം കൊടുക്കാൻ പോകുന്നത്. ഏളകളാകുന്നവർ കൂടി ഒരുമിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടിയാണ് പലരും ചിന്തിക്കുന്നത്. പ്രതിഫലം എന്നുള്ളത് നമുക്കറിയാം, പ്രതിഫലം കൊടുക്കുന്നത് രണ്ടാമത്തെ വരവെങ്കിലാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പ്രതിഫലം കൊടുക്കും. ഓരോരുത്തരും തക്ക പ്രവൃത്തി വചനം വായിക്കുമ്പോൾ അതിനും എല്ലാത്തിനും ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സഭ തികവ് പ്രാപിക്കുന്ന സഭ, സ്വർഗീയ ശരീരം തേജസ് പ്രാപിക്കുന്നവർക്ക് അതിനേക്കാൾ അപ്പുറമായിട്ട് എന്ത് പ്രതിഫലമാണ് കിട്ടേണ്ടത്? എന്ത് പ്രതിഫലമാണ് കിട്ടേണ്ടത്? ക്രിസ്തുവിനെ നേടി അവനോട് കൂടെ ചേർന്ന് അവനുള്ളതെല്ലാം അവകാശിയായി കഴിഞ്ഞാൽ പിന്നീട് എന്ത് പ്രതിഫലമാണ് നൽകാവുള്ളത്? എന്നാൽ രണ്ടാമത്തെ വരവെങ്കിൽ 5 പട്ടണത്തെ അധിപനാക്കും, 2 പട്ടണത്തെ അധിപനാക്കും, 1 പട്ടണത്തെ അധിപനാക്കും, അങ്ങനെ പ്രതിഫലം കൊടുക്കും. അത് താൽക്കാലികമായിട്ടുള്ളത്, അന്ന് ചേർക്കപ്പെടുന്ന ദൂതന്മാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അല്ലാതെ നമ്മളെ ദൈവം 5 പട്ടണം ഭരിക്കാൻ വേണ്ടി വിടുകയും 2 പട്ടണം ഭരിക്കാൻ വേണ്ടി വിടുകയും അങ്ങനെ അതല്ല നമുക്ക് തരുന്ന പ്രതിഫലം. അപ്പോൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാകും, നമുക്ക് കിട്ടുന്ന കിരീടങ്ങളെക്കുറിച്ചോ പ്രതിഫലങ്ങളെക്കുറിച്ചോ നാം ചിന്തിക്കുമ്പോൾ അതൊന്നും അല്ല നമുക്കിത് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിനുള്ളതിനെല്ലാം നാം കൂട്ടവകാശികളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണവാളൻ മണവാട്ടിയുമായി ഒന്നു ചേർന്ന് കഴിഞ്ഞാൽ, വിവാഹിതരായി കഴിഞ്ഞാൽ, നിയമാനുസൃതം അവനുള്ളതെല്ലാം അവൾക്ക് ഉണ്ട്, അവൾക്കുള്ളതെല്ലാം അവനുമുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നും തന്നെ നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളെ തന്നെ കൊടുക്കാനുള്ളത്. നാം ഇവിടെ കഷ്ടതയിലൂടെ നേടിയെടുക്കുന്ന തേജസ്, ക്രിസ്തുവിൻ്റെ കൃപയാൽ അവൻ നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധി, അത് ആണ് നമ്മുടെ ആത്മമണവാളിന് കൊടുക്കാനുള്ളത്. നമ്മളിവിടുന്ന് ഈ മണ്ണിൽ നിന്ന് പോകുമ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. സ്വർണവും കൊണ്ടുപോകുന്നില്ല, വെള്ളിയും കൊണ്ടുപോകുന്നില്ല, പൊന്നും കൊണ്ടുപോകുന്നില്ല, വസ്ത്രം കൊണ്ടുപോകുന്നില്ല. എന്നാൽ നമുക്ക് വേണ്ടിയതെല്ലാം നൽകുന്നത് നമ്മുടെ ആത്മമണവാളനാണ്. അവൻ നമുക്ക് നൽകുന്നതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്. നിത്യതയുടെ അവകാശങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ആ അവകാശം പ്രാപിക്കുന്നവരെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ തേജസ്സും അവിടെ ശുശ്രൂഷയും അവിടെ അധികാരത്തെയുമാണ് ഇവിടെ 24 മൂപ്പന്മാരും 4 ജീവികളും 7 ദീപങ്ങളും വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ഒന്നുകൂടി അടിവരയിട്ട് ചിന്തിച്ചുകൊണ്ട് 24 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഒന്നുകൂടെ ചിന്തിക്കുക. നമ്മൾ പറഞ്ഞു പോയിരുന്നു, ഞാൻ പെട്ടെന്നത് പറഞ്ഞു പോയിരുന്നു, പക്ഷെ അത് എത്ര വേഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എനിക്കറിയത്തില്ല. എന്നാൽ ഒന്നുകൂടെ 24 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കരുത്. ക്ലാസ് ആയതുകൊണ്ട് പഠിപ്പിച്ചു വേണം പോകാൻ. പ്രസംഗമാണെങ്കിൽ ഞാൻ ജസ്റ്റ് കുറിവാക്യം എടുത്ത് വാക്യം പറഞ്ഞങ്ങ് പോയാൽ മതി. പക്ഷെ ക്ലാസ്സുകളായതുകൊണ്ട് അതിൻ്റെ സംശയമൊക്കെ വരാമെങ്കിൽ അതിനെ തീർത്തു പോകും. ഞാൻ അതിശയപ്പെട്ടു പോയി, ഇതുവരെയും ക്ലാസ് എടുത്ത് ആർക്കും ഒരു സംശയം ഉണ്ടാകില്ലല്ലോ എന്നുള്ള സംശയം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായി. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ വിചാരിച്ചു. ഞാൻ അങ്ങനെ വെറുതെ വിശ്വസിക്കുകയാണോ? ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ആർക്കും ഒരു സംശയമില്ല. ഞാൻ സന്തോഷിച്ചു, ദൈവം ആർക്കും ഒരു സംശയമില്ലല്ലോ, പറയുന്നതൊക്കെ മനസ്സിലായി പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വളരെ സന്തോഷം. വേറോ ഒന്നും മനസ്സിലാകുന്നില്ലേ? 2 കൂട്ടർക്ക് സംശയമില്ലാത്തത്. ഒന്നും മനസ്സിലാകാത്തവർക്ക് സംശയമില്ല, എല്ലാം മനസ്സിലാകുന്നവർക്കും ഒരു സംശയമില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം മനസ്സിലാകുന്നവരുടെ കൂട്ടത്തിലാണ് ഈ പഠിക്കുന്നവരെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദയവായിട്ട് ചോദിക്കാനുള്ള സാവകാശം കൂടിയുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയെങ്കിൽ, സംശയം ചോദിക്കാത്തൊരു നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചുവെങ്കിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നമ്മുടെ പ്രയത്നം വൃഥാവല്ല എന്നോർത്ത് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഗ്രഹിച്ചു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ 24 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളത്, ഇന്ന് ഒരുപാട് ചിന്തകളും യൂട്യൂബിലൊക്കെ ഒരുപാട് മെസ്സേജ് ഉള്ളതുകൊണ്ട്
ഒരുപാട് മെസ്സേജ് കേട്ട് പലർക്കും നല്ല ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് പലരും കുറേ സമയം ഈ നല്ല വചനം കേൾക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പല മെസ്സേജ് കേൾക്കുന്നത് എല്ലാവരും കേൾക്കണം. ഞാൻ പറയുന്ന മെസ്സേജ് മാത്രമല്ല കേൾക്കുക, എല്ലാ മെസ്സേജും കേൾക്കണം. നിങ്ങളെ കൊണ്ട് പറ്റാമത്രയും പഠിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏതാണ് ദൈവവചനമായിട്ട് ബന്ധപ്പെടുത്തി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെന്ന് മാത്രമേ എടുക്കാവുള്ളൂ. അതിനകത്ത് സംശയം വന്നാൽ നിശ്ചയമായിട്ടും ചോദിക്കണം. അവർ നിലവാരത്തിലേക്കാണ് നമ്മൾ വരേണ്ടതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാൻ സാധ്യതയുള്ളവർ പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. അതല്ല ഈ പറയുന്നതൊക്കെ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത് കേട്ടു പോകുക. ഒന്നും തന്നെ ആരെയും വഴിതെറ്റിക്കാനുള്ളതല്ല, ആരെയും നാശക്കുഴി കൊണ്ട് എത്തിക്കത്തുമില്ല, ആരും പിന്മാറിപ്പോകത്തുമില്ല. വചന പഠനം കേട്ട ശേഷം ആരും പിന്മാറിപ്പോകത്തില്ല. എല്ലാവരുടെയും ആത്മീയ ആഗ്രഹവും പ്രത്യാശയും വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. ഒരൊറ്റ മനുഷ്യൻ പോലും ഈ വചനം കേട്ടിട്ട് പഠിപ്പിച്ചിട്ട് പിന്മാറിപ്പോയതായിട്ട് ഞാൻ കേട്ടില്ല. അങ്ങനെ ഇടയാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് ആണ് വളരെ ചാരിതാർത്ഥത്തോടും വളരെ ഉറപ്പോടും നിശ്ചയത്തോടും കൂടി ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് വളരെ വ്യക്തതയോട് ഉറപ്പോടുകൂടി പഠിപ്പിക്കുന്നത്. 24 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളതിൻ്റെ അത് സർവസൃഷ്ടികളിൽ നിന്ന് പരമോന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നവരെ കുറിച്ചുള്ള മർമ്മം ആണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. സർവസൃഷ്ടികളിൽ നിന്ന് ഈ സ്വർഗീയ സിംഹാസനത്തിലേക്ക് ഇരിപ്പാൻ വരം ലഭിക്കുന്നവർ എന്നുള്ളത് അവർ പ്രത്യേകം ഒരു ഗണത്തിൽപ്പെടുന്നവരാണെന്നും അവർ സർവ സൃഷ്ടികളിലും അതിശ്രേഷ്ഠന്മാരാകുന്നു എന്നുള്ളത് ഇതിനോടകം നമ്മൾ ചിന്തിച്ചിരുന്നു. ആ ഒരു കാര്യമാണ് വെളിപ്പാട് 3-21 വാക്യത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ കഥ പറഞ്ഞത്. നമ്മൾ ചിന്തിച്ചിരുന്നു. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനിരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനിരുന്ന പോലെ തന്നെ. അങ്ങനെ വളരെ കൃത്യമായി കർത്താവ് പറഞ്ഞു, സിംഹാസനിരിപ്പാൻ വരം ലഭിക്കുന്നവരാണ്. ആഗോള സഭയിലുള്ള എല്ലാവരും അല്ല, രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, സ്നാനപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, അഭിഷേകം പ്രാപിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. രക്ഷിക്കപ്പെട്ട് വിശ്വാസസ്നാനമേറ്റ് അഭിഷേകം പ്രാപിച്ച് തികവ് പ്രാപിക്കുന്ന ആഗോള സഭയിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് അവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇതാരൊക്കെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്കത് പ്രാപിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു 1000ൻ്റെ ഒരു അംശത്തിൽ പോലും എത്താനുള്ള യോഗ്യത എനിക്കില്ല. 1000 അല്ല, കോടിയുടെ വെച്ച് നോക്കിയാൽ പോലും എനിക്കതിൻ്റെ അറ്റത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ ആഗ്രഹിക്കുകയാണ്, എനിക്കും അത് പ്രാപിക്കാമോ എന്ന് വെച്ചുകൊണ്ട് നമുക്കത് ഓടാം, നമുക്കത് പിൻപറ്റാം. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, ദൈവസഭയുടെ അംഗങ്ങളായി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എല്ലാവരും ദൈവസിംഹാസനം ഇരുത്താമെന്ന് പറഞ്ഞിട്ടില്ല. ആരെ ഇരുത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്? ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. ജയിക്കണം, ലോകത്തെ ജയിക്കണം, ഇടത്തെ ജയിക്കണം, സാത്താനെ ജയിക്കണം. ഇത് പഠിപ്പിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണ് കേൾക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടം കർത്താവ് വരുമ്പോൾ എല്ലാവരും എടുക്കപ്പെടുന്നു കേൾക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ, പ്രയാസമില്ലല്ലോ, അല്ലേ? എന്തൊരു നല്ല കാര്യമല്ലേ? സഭ എടുക്കപ്പെടുമെന്ന് പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എല്ലാവർക്കും. കേട്ടിരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. കർത്താവ് വരുന്നു, എല്ലാവരും എടുക്കപ്പെടുന്നു, എല്ലാവരും ആമേൻ പറഞ്ഞ സ്ഥലം പോകും. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ആകത്തില്ല. അതിന് നാം വില കൊടുക്കണം, ജീവിക്കണം, കഷ്ടപ്പെടണം, വിശുദ്ധിയെ തികയ്ക്കണം എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനെ എതിർക്കും, ഇത് വേണ്ട എന്ന് പറയും. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇത് സത്യമാണ്. ഇത് സത്യമായതുകൊണ്ട് പൊതുവായിട്ടുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ദൂത് പറഞ്ഞ് നാം എല്ലാവരും എടുക്കപ്പെടുമെന്ന് പറഞ്ഞ് പോകാനുള്ള ദൂതല്ല വെളിപ്പാട് പുസ്തക പഠനം. അതല്ല, അങ്ങനെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. കൈപൊക്കി രക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും കർത്താവ് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് മധ്യാകാശത്ത് വരുമെന്ന് പഠിപ്പിക്കത്തില്ല. അങ്ങനെയല്ല കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു,
ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 24 മൂപ്പന്മാരുടെ ഗണത്തിൽപ്പെടാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ആഗോള സഭയുടെ അംഗങ്ങളായി എന്നതുകൊണ്ട് കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ എല്ലാവരും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല എന്നുള്ളതൊന്നും കൂടി ആവർത്തിച്ച് പറയുന്നു. അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അംഗീകരിക്കുക. ഇത് അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. നാം അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ വാഞ്ചയുള്ളത്. ദൈവമേ, വല്ലവിധേനയും എനിക്ക് ആ സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അതോ എല്ലാവരും കർത്താവിന് മുമ്പ് പോകുമെന്ന് പറഞ്ഞ് എല്ലാവരും ആമേൻ പറഞ്ഞ് വീട്ടിൽ അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പോകുന്നതാണോ? അല്ല, അങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത്. യേശു കർത്താവ് ജയിച്ച് അവൻ്റെ സിംഹാസനത്തിൽ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നാമും ജയിച്ച് അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള വരം പ്രാപിക്കണം. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് താഴ്മയാണ്. ദൈവസ്ഥനെ വിനയപ്പെടുകയാണ്, താഴ്ന്നതാണ്. എനിക്ക് ആയെന്നോ എനിക്ക് ആയിട്ടുണ്ടെന്നോ അറിയാമെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ദൈവസന്നിധിയിൽ തലകുനിച്ച് കമന്ന് വീണ് സമ്മതിക്കണം, കർത്താവേ ഞാൻ ഒന്നും ആയിട്ടില്ല, എനിക്കത് അറിയാം കർത്താവേ, എന്നാൽ ആ അറിവിലേക്ക് എന്നെ എത്തിക്കുവാൻ അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണെന്നാണ് നാം പ്രത്യേകമായി പറയേണ്ടത്. ഇത് കർത്താവിൻ്റെ വരവ് വരെയോ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് ശ്വാസം തന്നവരെ ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, തള്ളിക്കേണ്ടവർ തള്ളിക്കളയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ സന്ദേശം കർത്താവിൻ്റെ വരവ് വരെ, അതല്ലെങ്കിൽ ദൈവം എനിക്ക് നിൽക്കുന്ന ആയുസ്വരെയും ഈ ഒരു സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവനെ അതിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് സത്യമായിരിക്കുന്ന വചനമാണ്. അതിൻ്റെ അകത്ത് യാതൊന്നും കൂട്ടിച്ചേർത്തിട്ടുള്ളതല്ല. സ്വീകരിക്കണമേ എന്ന് വിനയപുരസ്സരം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഒന്നും ആയിട്ടില്ല. ദിവസങ്ങളിൽ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി മുഖ്യധാരാ വിഷയമായി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ ലക്ഷ്യ വിഷയമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ആഗോള സഭയിലെ മുഴുവൻ അംഗങ്ങളെയും സിംഹാസനത്തിൽ ഇരുത്താം എന്ന് ദൈവം പറഞ്ഞിട്ടില്ല, കഥ പറഞ്ഞിട്ടില്ല. ജീവസ് പേരുള്ള എല്ലാവരെയും സ്വർഗസിംഹാസനത്തിൽ ഇരുത്താൻ കഥ പറഞ്ഞിട്ടില്ല. ജീവസ് പേരുള്ളെങ്കിൽ ജയിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ജീവസ് എന്നുള്ള ശൈശവാവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉയർച്ച പ്രാപിക്കണം. 24 മൂപ്പന്മാരുടെ അംഗത്തിൽ ആകണമെങ്കിൽ നമ്മൾ അങ്ങനെ ഉയരണം. അപ്പം ഈ ദൈവസുള്ളവർക്ക് അനേകർ ഈ മർമ്മത്തിന് അതിമഹത്തായ വാഗ്ദാനത്തെ തിരിച്ചറിയാതെ അജ്ഞതയിലായിരിക്കുന്നതുകൊണ്ടാണ് ഭിന്നതകളും വഴക്കുകളും അടികളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം അറിയത്തില്ലാത്തത് കൊണ്ടാണ്, ഇതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്, വളർച്ച പ്രാപിക്കണം എന്നുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് അടിപിടി വഴക്കുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മാർമികമായിട്ടുള്ള ചിന്താഗതി വന്നു കഴിയുമ്പോൾ നമുക്കിതിനുള്ള സമയമൊന്നും കാണത്തില്ല. ജയിക്കുന്ന അവസ്ഥയിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കും. ജയിക്കുന്നവർക്ക് മാത്രമാണ് അതിന് യോഗ്യതയുള്ളത് എന്ന് ദൈവിക വ്യവസ്ഥയാണ്. അത് മറ്റാർക്കും സാധിക്കത്തില്ല എന്നുള്ളത് വചനത്തിൻ്റെ ആധികാരികതയിലാണ് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പ്രസ്താവിക്കുന്നത്. ഇതിൽ 24 മൂപ്പന്മാർ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആദിജാതന്മാരുടെ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവരവിടെ എത്തിയതിന് ശേഷം അവരെ പ്രതികരിക്കാൻ വേണ്ടി, അതിനകത്ത് സഭയെല്ലാം ഉൾപ്പെടുന്നു, അവരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇവരെ അവിടെ 24 മൂപ്പന്മാരുടെ ബന്ധത്തെ കാണിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗസിംഹാസനത്തിൽ ഇരുത്തുന്നത് ആരെ, എപ്പോൾ, എന്തിന് എന്ന 3 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആരെയാണ് ഇരുത്തുന്നത് സ്വർഗസിംഹാസനത്തിൽ? 2, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? 3, എന്തിനു വേണ്ടിയാണ് അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നത്? ഈ 3 ചോദ്യങ്ങൾ. ആരെയാണ് ഇരുത്തുന്നത്, എപ്പോഴാണ് അവരെ ഇരുത്തുന്നത്, എന്തിനു വേണ്ടിയാണ് ഇരുത്തുന്നത്? നമുക്കിതിനോടകം അത് മനസ്സായിട്ടുണ്ട്. ആരെയാണ് ഇരുത്തുന്നത് നമുക്കറിയാം. അപ്പോൾ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരെയെന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 6-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമാണ്. ഇവിടെ കഥ പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അപ്പോൾ നമ്മെ മാനിക്കുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു മാന്യത നമുക്കുണ്ടാകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിംഹാസനത്തിൽ ഇരുത്താനുള്ള മാന്യത കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ.
ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. യേശു കർത്താവിനെ ഭൂമിയിൽ നാം ശുശ്രൂഷിക്കുന്നത് കൊണ്ട് നാം തള്ളപ്പെട്ടു പോകത്തിലോട്ടോ. ഇവിടെ ആര് തല്ലിയാലും പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ യേശുവിനെ അനുഗമിക്കട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷ ആരാണ് ഇരിക്കുന്നത്? യേശുവിനെ ശുശ്രൂഷിക്കുന്നവർ. ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്നുള്ള മനുഷ്യരിൽ നിന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാണ് അവനോടുകൂടി ഇരിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ശുശ്രൂഷ കൊണ്ടെത്തിപ്പെട്ട നിരവധി സ്വർഗീയ ദൂതന്മാരുണ്ട്. അവരെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവരാരും ജയാളികളായിട്ടുള്ളവരല്ല. അവരെ സൃഷ്ടിക്കപ്പെട്ട അതിനു വേണ്ടിയാണ്. നമ്മെ സൃഷ്ടിച്ചത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മുഖോന്നത പദവിയിലേക്ക് എത്താൻ വേണ്ടിയാണെങ്കിലും നേരിട്ട് അങ്ങനെയുള്ള സൃഷ്ടിയല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം പല അവസ്ഥകളിലൂടെ കടന്നുപോയിട്ട് വേണം അവർ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇരുത്തുന്ന ആരെന്നുള്ള മനസ്സിലായി. യേശുവിനെ ശുശ്രൂഷിക്കുന്നവർ, ജയാളികളാകുന്നവർ, തികഞ്ഞ നിലവാരത്തിലേക്ക് എത്തുന്നവരാണെന്നുള്ളത് ഈ വചനത്തിൽ നിന്ന് വ്യക്തതപ്പെടുന്നു. ഇനി എപ്പോഴാണ് അവരെ ഇരുത്തുന്നത് എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 14-2-3 വാക്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 14-2-3 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് സ്ഥലമൊരുക്കുക എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പിതാവിൻ്റെ മന്ദിരമാകുന്ന സ്ഥലമാണ്. അവൻ്റെ ഭവനത്തെയാണ് ഒരുക്കുന്നത്. അതാണ് പിതാവിൻ്റെ ഭവനം. അത് ഒരുക്കപ്പെട്ട് കഴിഞ്ഞതിൻ്റെ അർത്ഥം പിതാവാകുന്ന ദൈവത്തിൻ്റെ ഭവനമാകുന്ന മന്ദിരം, അത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് എത്ര പേര് ചേരാനുണ്ടോ ആ എണ്ണത്തെ തികച്ചെടുക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ കാലയളവിൽ അവരെ തികവാക്കിയെടുത്ത് അവരെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാം കൂടെ കൂട്ടി ഒരു ദിവസം ആ സ്ഥലത്തിൻ്റെ പണി പൂർത്തീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കുന്നത് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. അവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ ഭവനത്തെയാണ് പുത്രനാം യേശു ക്രിസ്തു ഒരുക്കുന്നത്. അവൻ വസിക്കുന്ന ഭവനം, അതിൻ്റെ കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും. എവിടെയാണിത് പണിയപ്പെടുന്നത്? ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് നമ്മെ ചേർത്ത് പടുന്നത്. അവൻ പിതാവാന്തെ അവൻ്റെ വസിക്കാനുള്ള ഒരു ആത്മീയ ഗ്രഹമായി നാം പണിയപ്പെടും. ആത്മീയ ഗ്രഹമാണ് പണിയപ്പെടുന്നത്. അതിൻ്റെ പണി അവസാനത്തെ വ്യക്തി കൂടി അതിനോട് ചേരാനുള്ള എണ്ണം തികഞ്ഞു കഴിയുമ്പോഴാണ് പിതാവാം ദൈവം സ്വർഗത്തിൽ പറയുന്നത്, എണ്ണം തികഞ്ഞു, പുത്രന് പോയി അവൻ്റെ മണവാട്ടിയെ അല്ലെങ്കിൽ ആദ്യമാരുടെ സഭയെ സ്വീകരിക്കാമെന്നുള്ള ആജ്ഞ അവിടെ പുറപ്പെടുന്നു. അതവിടെ പറയുന്ന സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ പരിശുദ്ധമാവാൻ ദൈവം ഭൂമിയിലും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനും നമ്മെ പണിതെടുത്തുകൊണ്ടിരിക്കുക. ഈ 2025 അവസാന മാസത്തിലേക്ക് എത്തുമ്പോഴും നാം തികവായിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളോട് വചനം നമ്മളോട് സംസാരിച്ച് നമ്മളെ കഴുകി ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രോസസ്സിങ് അല്ലേ? എന്ന് തുടങ്ങിയ വചനത്തിൻ്റെ വചന കേൾവിയാണ്. നമ്മളെ കേട്ട് തഴമ്പിച്ചു പോയിട്ടില്ല. വചനം കേൾക്കും തോറും നമ്മൾ രൂപാന്തരം വരികയാണ്, മാറ്റം വരികയാണ്. അത് ഇന്ന് രാവിലെയും മാറ്റം വന്നു, ഇന്നും രാത്രിയിലും മാറ്റം വരണം. വചനം തോറും അതേ ഇത് പണ്ട് കേട്ടതാന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല. അതേ നാം കേൾക്കും തോറും നമ്മുടെ അകത്തൊരു മാറ്റമുണ്ടായ രൂപാന്തരമാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ രൂപാന്തരപ്പെടുന്നവരെ കർത്താവ് അത് ഓരോരുത്തരും അതിൻ്റെ തികവിലെത്തിക്കൊണ്ടിരിക്കുന്നു. അത് കർത്താവ് അവരെ വന്ന് അവൻ്റെ അടുക്കൽ ചേർത്തുള്ളത്. എന്തിനു വേണ്ടിയാണ് സ്വർഗീയ സിംഹാസനത്തിൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷ ഭൂമി എടുക്കപ്പെടുന്നത്? ഇരുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? യോഹന്നാൻ സുവിശേഷം 17-24 വാക്യത്തിൽ കർത്താവ് പ്രകാരം പറഞ്ഞു, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്
എനിക്ക് നൽകിയ മഹത്വം എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇവിടെ ജോസഫ് അവൻ്റെ സഹോദരന്മാരോട് വെളിപ്പെടുത്തിയ ശേഷം പറഞ്ഞു, എൻ്റെ മഹത്വം എൻ്റെ പിതാവും മറ്റുള്ള എല്ലാവരും കാണേണ്ടതിന് അവനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ താൻ ഉന്നതമായ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. തൻ്റെ അപ്പനും തൻ്റെ പിതൃകുടുംബവും ഒന്നും നീ മിസ്രൈമിൽ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവരിവിടെ കൊണ്ടുവരണം. എനിക്ക് കിട്ടിയിരിക്കുന്ന മഹത്വം കാണേണ്ടതിന് കൊണ്ടുവരണം പറഞ്ഞിരിക്കുന്നത്. മഹത്വം ഞാനെങ്കിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഭൂമിയിൽ കഷ്ടം സഹിക്കുന്ന എൻ്റെ മണവാട്ടി സഭ അവരിനി അവിടെ കിടന്ന് കഷ്ടം സഹിക്കാനുള്ളതല്ല. അതേ കഷ്ടം സഹിച്ച് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടവരുണ്ട്. അവർക്ക് അവനോട് അവകാശം പ്രാപിക്കാനുള്ള സമയമാകുമ്പോൾ കർത്താവ് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം പദ്ധതിയിട്ടതാണ് നമ്മെ കണ്ടത്, ക്രിസ്തുവിൻ നമ്മളെ കണ്ടത്. ആ മഹത്വം എന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം എനിക്ക് തന്നിട്ടുള്ളവർക്കാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ കണ്ടിരിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പണിയപ്പെടുന്ന നമ്മെ അവിടെ അവൻ തന്നിട്ടുള്ള മഹത്വം നാം കാണേണ്ടതിന്, എനിക്ക് തന്നിട്ടുള്ള കാണേണ്ടതെന്ന് പറഞ്ഞാൽ അവരും അത് അനുഭവിക്കാൻ, നിന്ന് കണ്ടിട്ട് പോകാനല്ല. അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്, ചെന്ന് കാണാനല്ല. അതിൻ്റെ അർത്ഥം അവരും അത് അനുഭവിക്കേണ്ടതിന്, അതും അവകാശമാക്കേണ്ടതിന് അവര് എന്നോട് കൂടിയിരിക്കണം. മനസ്സിലായോ? ഇവിടെ ജോസഫ് സഹോദരന്മാരെ പറഞ്ഞു വിടുക, അപ്പനെ ഇവിടെ കൊണ്ടുപോവാ, അവരെല്ലാം കൊണ്ടുപോവാ. ഇവര് കണ്ടുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്, അവൻ അവിടെയുള്ളത് എല്ലാം അവൻ്റെ എല്ലാവർക്കും ഉള്ളതായിരുന്നു. യോസഫിനുണ്ടായിരുന്ന മഹത്വം മുഴുവനും അവൻ്റെ ഉടയവർക്കും മറ്റുള്ളവർക്കും അവൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ടാകാൻ ഇടയായിരുന്നു. അതായത് വെറുതെ കാണാനല്ല, വന്ന് കണ്ടിട്ട് പൊക്കമെന്ന് പറയാനല്ല. കഥ പറയുക, ലോകസ്ഥാപനത്തിന് മുമ്പ് നീ എന്നെ സ്നേഹിച്ചല്ലോ, ആ സ്നേഹത്തിൽ നിന്നാണല്ലോ ഒരു മണവാട്ടി സഭയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായത്. അന്നത്തെ ആലോചനയല്ലേ? ആ സ്നേഹമാണ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നത്. അത് എന്നെ സ്നേഹിക്കുന്ന അത് എനിക്ക് നൽകിയ മഹത്വം എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ, എനിക്കായി എന്നോട് ചേരാനുള്ളവർ അതിന് അവകാശിയായി തീരേണ്ടതിന്, എന്നോടുകൂടി ഇരിക്കേണ്ടതിന്, അതിനവരും കൂട്ടവകാശമായി തീരേണ്ടതിന് അവരെന്നോടുകൂടെ അവരെ ഇരിക്കണം എന്നാണ് ഞാൻ ഇച്ഛിക്കുന്നത്. എത്രമാത്രം വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ കർത്താവിനുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റാർക്കും ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ ആ വലിയ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള സ്നേഹം എന്താണെന്നറിയാമല്ലോ. എന്താണ്? അവനുണ്ടായിരുന്ന മഹത്വം അവനോട് ചേരുന്നവർക്കും ലഭിക്കണം. അതിനു വേണ്ടിയാ തൻ്റെ പുത്രനെ ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ അറക്കപ്പെടുവാൻ അനുവദിച്ചു കൊടുത്തത്. അന്ന് ആലോചന ഇട്ടപ്പോൾ തന്നെ അവർക്കറിയാമായിരുന്ന കഷ്ടതയുടെ മാർഗമാണെന്ന്. കഷ്ടതയിലൂടെ മാത്രമേ തികഞ്ഞ സ്നേഹം വെളിപ്പെടുത്തി അവനോട് കൂടെ ഒരു കൂട്ടത്തെ ചേർക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് പിതാവാം ദൈവത്തിൻ്റെയും പുത്രനാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് നമ്മളെ സ്നേഹിച്ചപ്പോൾ അപ്പോൾ തന്നെ തൻ്റെ പുത്രനെ അറക്കപ്പെടുവാൻ വേണ്ടി സ്വർഗം അനുവദിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തീരുമാനമെടുത്തു, നീ അറുക്കപ്പെടണം. കുഞ്ഞാടറുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു നിലവാരത്തിലേക്ക് ജയാളികളായി എത്തിച്ചേർന്ന് അവനോട് കൂടി ഇരിക്കാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയാണ് പിതാവിൻ്റെ സ്നേഹം, അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹത്തിൽ അറുക്കപ്പെട്ടത് ദൈവകുഞ്ഞാടാണ്. ഇന്ന് രാത്രിയിൽ ഈ ഒരു മർമ്മം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് ആ ദൈവസ്നേഹം എന്തായിരുന്നു? അത് മറ്റൊന്നുമായിരുന്നല്ല, നമ്മെ അവനോട് കൂടി ഇരുത്തി സ്വർഗാസ്വർഗത്തിൽ അവർ കണ്ടിരുന്നു. അവനോട് കൂടി ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കണ്ടിരുന്നു. മൺപൊടികളിൽ നിന്ന് ആ സ്വർഗീയ തേജസ്സിന് സിംഹാസനത്തിലേക്ക് എത്തുവാനുള്ളവരെ എത്തിക്കാൻ വേണ്ടി കഷ്ടതയുടെ മാർഗം സ്വർഗീയ പിതാവാം ദൈവം തൻ്റെ പുത്രന് കൊടുത്തു. അവനാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് അറുക്കപ്പെട്ടത് നമ്മെ ആ സ്നേഹത്തിൻ്റെ ആ പരമോന്നതിലെത്തിച്ച് അവൻ ഇരിക്കുന്നിടത്ത് പറയുന്നത്, എനിക്ക് തന്നിരിക്കുന്ന മഹത്വം അവർ കാണേണ്ടതിന്, അതിൻ്റെ അർത്ഥം അവർ അനുഭവിക്കേണ്ടതിന്,
അവർ അതിന് കൂട്ടവകാശികളാകേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടി ഇരിക്കണം. രാത്രിയിൽ ഇതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടോ? നമ്മുടെ മക്കളൊക്കെ വിദേശങ്ങളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ ഒരു നല്ല നിലവാരത്തിലൊക്കെ ആണെങ്കിൽ അവിടെ മാതാപിതാക്കളെ വേണ്ടപ്പെട്ടവരെയൊക്കെ അവിടെ കൊണ്ടുപോയി അത് അവരും കൂടെ അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അത് അവരുടെ ആഗ്രഹമാണ്. നല്ല നിലവാരത്തിലൊക്കെ എത്തിക്കഴിയുമ്പോൾ സ്നേഹമുള്ള മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, നല്ല ഒരു പിതാവ് പോയി നല്ലൊരു നിലവാരത്താണെങ്കിൽ അദ്ദേഹത്തിന് വലിയ ആഗ്രഹം തൻ്റെ കുടുംബം തന്നോടുകൂടി ചേരണമെന്നുള്ളതാണ്. കർഷതയുള്ള സ്ഥലത്തേക്കാണെങ്കിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേജസ്സിൻ്റെ ഘനമോർത്താൽ, വലിപ്പമോർത്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നാണ് എത്ര വലിയ സന്ദേശം മനസ്സിലായി. അതുകൊണ്ടാണ് പിതാവിൻ്റെ സ്നേഹം ലോകസ്ഥാപനത്തിന് മുമ്പ് നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹം അങ്ങനെ അത് വെളിപ്പെട്ടപ്പോൾ ഒരു സൃഷ്ടി, പുതിയ സൃഷ്ടിയായി അവരോട് സദൃശരായി സിംഹാസനിരിക്കുമെന്നുള്ള വലിയ ഒരു ചിന്തയിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാൻ പോകുന്നതും നമ്മെ അവിടെ എത്തിക്കാൻ വേണ്ടിയാ, അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയാ, അവൻ്റെ മഹത്വം കണ്ട് അവനോടുകൂടി അവകാശിയായി തീരാൻ വേണ്ടിയാ ലോകസ്ഥാപനത്തിന് മുമ്പ് യേശു ക്രിസ്തു അറക്കപ്പെടുവാൻ, അഥവാ അവൻ മരിക്കാൻ തയ്യാറായത്. നമ്മെ നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. ആ ജീവന്റെ നദി ഒഴുകുന്ന, ജീവജല നദി ഒഴുകുന്ന അവന്റെ സിംഹാസനിരിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ രാത്രി പറയണം, ജീവന്റെ സമൃദ്ധിയിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ടോ? ഇതിനെ ആഴം മനസ്സിലാക്കിയാൽ നാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെയും ചവർന്നെണ്ണത്തില്ലേ. ഇത് ആ കാഴ്ചപ്പാട് കിട്ടിയതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ഇതെല്ലാം ചവറാണ്. രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് സന്ദേശം എത്തണം. എത്ര പേരുടെ ഉള്ളിൽ ഈ സന്ദേശം ഒരു ആത്മീയ ഉണർവിന് കാരണമായി തീരും. പ്രിയപ്പെട്ട ഒരു ആത്മീയ ഉണർവെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മെ കണ്ടുണർന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നതിലേക്ക് നാം സഞ്ചരിക്കുന്നതിനെയാണ് ഉണർവെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണ് ലഭിക്കുന്ന, നാം എന്തായിത്തീരും എന്നുള്ള പരിസരബോധം, യഥാർത്ഥമായി ലഭിക്കാനുള്ളതിനെക്കുറിച്ചുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്നതിനെയാണ് ആത്മീയ ഉണർവെന്ന് പറയുന്നത്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് മനസ്സിലായി. ഇരിക്കുന്നത് ശുശ്രൂഷക്കാർ അഥവാ തികവ് പ്രാപിക്കുന്നവരാണ്. 2, ഈ സ്ഥലം ഒരുക്കിയാലാണ് കർത്താവ് വന്ന് ചേർന്നത്. അതിൻ്റെ അർത്ഥം മണവാട്ടി സഭയുടെ എണ്ണം തികയപ്പെടുമ്പോഴാണ് ഒന്ന് സഭയെ ചേർക്കുന്നത്. 3, എന്തിനു വേണ്ടിയാണ് അവനുണ്ടായിരുന്ന ആ മഹത്വം നാം പ്രാപിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷം നിമിത്തം നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കോളിംഗ്, പരമവിളിയുടെ കോളിംഗ്, ഉന്നതമായ വിളി മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി അത് നേടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം, യേശുവിൻ്റെ ഇറങ്ങത്തിൽ ജീവിതം നഷ്ടത്തിൻ്റെ ജീവിതമല്ല, നേട്ടങ്ങളുടെ പരമോന്നതമായ നിത്യതയുടെ നേട്ടമായി തീർന്നിരിക്കുകയാൽ നമുക്ക് ദിവസങ്ങളിൽ ആ കാഴ്ചപ്പാട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭൂമിയിൽ കർത്താവിനെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് സ്വർഗീയ ശുശ്രൂഷയിലേക്കും അധികാരത്തിലേക്കും ദൈവം ഉയർത്തുന്നത്. അവരെയാണ് കർത്താവ് മധ്യാകാശത്തിൽ ഇറങ്ങി വന്ന് അവനിരിക്കുന്നിടത്തേക്ക് ചേർത്ത് കൊള്ളുന്നത്. അത് പിതാവ് അവന് കൊടുത്ത മഹത്വം അവനുള്ളവർ അവകാശമാക്കേണ്ടതിന് വേണ്ടിയാണ്. കാണുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല, കാണുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, യോസഫ് തൻ്റെ മഹത്വം കാണേണ്ടതിന് വേണ്ടി കൊണ്ടുവന്നെങ്കിൽ ഫറവോനെ അനുഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യാക്കോബ് ഉയർത്തപ്പെട്ടു. യോസഫിൻ്റെ അപ്പനായതുകൊണ്ട്, യോസഫിൻ്റെ സഹോദരന്മാരായതുകൊണ്ട്, കുടുംബക്കാരായതുകൊണ്ട് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമേറിയ മാന്യത ലഭിക്കാനിടയെത്തുന്നത്. കാരണം അവൻ മഹത്വമുള്ളവനായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് പ്രാപിക്കേണ്ടതിന് വേണ്ടി പിതാവാം ദൈവം നമുക്ക് വേണ്ടി ആ മഹത്വം തന്നിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാതെ ദിവസങ്ങളിൽ ലോകത്തിലുള്ള താൽക്കാലികമായ കഷ്ടതകൾ, പ്രയാസങ്ങൾ, വിഷയങ്ങളെ ഗണ്യമാക്കാതെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് തുണ നിൽക്കട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി ഈ ഭാഗത്ത് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിലാണ് അവനോടുകൂടെ ഇരിക്കാനുള്ള ജയാളികളെ സ്വർഗീയ സമാജത്തിലേക്ക് പെട്ടെന്ന് ഉയർത്തുന്ന സംഭവം നിറവേറപ്പെടുന്നു. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു.
അപ്പം അതിൻ്റെ പ്രധാനമായ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സിംഹാസനം ഇരുത്തുന്നത് അവൻ്റെ കാന്തയാകുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. അതൊന്നുകൂടെ ഞാൻ വായിച്ചു പോകാം, ഒന്നുകൂടെ എടുത്തു പോകാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് കാണാതെ അറിയാവുന്ന വാക്കുകളാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിനേൽക്കുകയും ചെയ്യും. പിന്നെ യവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പോൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മെ എവിടെയെങ്കിലും മണിയറയെ കൊണ്ട് വെച്ചിട്ട് കർത്താവ് പോവുകയല്ല. എവിടെയാ കർത്താവ് ഇരിക്കുന്നത്? അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നെങ്കിൽ അവനോട് കൂടെ ഇരുത്താമെന്നാണ് ദൂത് പറഞ്ഞ് അവസാനിച്ചിരിക്കുന്നെങ്കിൽ അതാണ് എൻ്റെ മർമ്മം. അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വചന തെളിവുകൾ വ്യക്തമാക്കിയ സ്വർഗീയ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടുന്ന ക്രിസ്തുയേശുവിൻ്റെ കാന്തയാകുന്ന മണവാട്ടിയാകും. മറ്റു സൃഷ്ടിക്കും അതിന് യോഗ്യതയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. വേറെ ആർക്കും കൊടുത്തില്ല. ഇതുവരെയും ഗരൂബുകൾ ഇരുന്നിട്ടില്ല, സാറാഫുകൾ ഇരുന്നിട്ടില്ല, മീഖാൽ ഇരുന്നിട്ടില്ല, ആരും ഇരുന്നിട്ടില്ല. ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വരുത്തുണ്ടായിരുന്നുള്ളൂ. അവനുള്ളിൽ വ്യാമോഹം ഇട്ടു. അവൻ ലൂസിഫറായിരുന്നു. അവൻ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടാൻ വേണ്ടിയെത്തുന്നു. എന്നാൽ ഒരാഗ്രഹമില്ലാതിരുന്നു നമ്മളെ, ജീവനെക്കുറിച്ചൊരു പ്രത്യാശയില്ലാതിരുന്നു നമ്മളെ, എന്തിനു വേണ്ടി എന്നുള്ളത് പോലും അറിയാതിരുന്ന നമ്മെ, അങ്ങനെ ദുർഭോഗങ്ങളോ വ്യാമോഹങ്ങളോ ഒന്നും ഇല്ലാതിരുന്നു നമ്മളെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സ്നേഹം വന്ന് നമ്മൾക്ക് ആഗ്രഹം തന്നു, നല്ല ആഗ്രഹത്തെ തന്നു. അവൻ നമ്മളെ ഉയർത്താമെന്ന് പറഞ്ഞു, ആദരിക്കാമെന്ന്, ബഹുമാനിക്കാമെന്ന് പറഞ്ഞു, മാനിക്കാമെന്ന് പറഞ്ഞു. അവൻ നമ്മളെ മാനിച്ചുയർത്തും. അത് മൺപൊടികളിൽ നിന്ന് താഴ്മയുള്ളവരെയാണ് കർത്താവ് ഉയർത്തി അവൻ്റെ സിംഹാസനത്തിലേക്ക് ഇരുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് എത്രമാത്രം വിനയപ്പെടാമോ, താഴാമോ, അത്രമാത്രം ദൈവസന്നിധി വിനയപ്പെട്ട് കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. ദൈവ വ്യാഖ്യാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സുപ്രധാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലായത്, സ്വർഗീയ ഉന്നതികളിൽ പുണ്യാളാം ദൈവത്തോടൊപ്പം ഇരിപ്പാനുള്ള പദവിക്ക് യോഗ്യരാക്കുന്നവർ ആഗോള ദൈവസഭകളിൽ നിന്ന് ജയാളികളാകുന്നുള്ളതാണ്. ഇപ്പോൾ ജീവനോടിരിക്കുന്നവർ മാത്രമല്ല, 1-ാം നൂറ്റാണ്ട് മുതൽ ആഗോള ദൈവസ്ഥ ജയാളികളായി മരിച്ചുപോയവരും അതേ നിലവാരത്തിൽ യോഗ്യതയുള്ളവരുമാണ് കർത്താവിൻ്റെ മധ്യാകാശവരവെങ്കിൽ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുന്നത്. അവിടെ സ്വർഗീയ അധികാരത്തെയാണ് 24 മൂപ്പന്മാർ പ്രതികരിക്കുന്നത്. അവർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുന്നത്. സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിപ്പാനുള്ള യോഗ്യത പുതിയ നിയമ സഭയിലെ ജയാളികൾക്ക് മാത്രമാണുള്ളത്. മറ്റൊരു സൃഷ്ടിക്കും അതിനുള്ള യോഗ്യതയില്ല. ഒന്ന്, ആർക്കാണ് ഇരിക്കാൻ യോഗ്യതയുള്ളത്? പുതിയ നിയമസഭയിലെ അഥവാ ആഗോള ദൈവസഭയിൽ നിന്ന് ജയാളികളാകുന്നവർക്ക് മാത്രമാണ് അതിലിരിക്കാനുള്ള അധികാരം. 2, കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിലാണ് ജയാളികളായ ആദ്യജാതന്മാരുടെ സഭ സ്വർഗീയ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടുന്നത്. 3, പഴയ വിശുദ്ധന്മാരായ ഗോത്രപിതാക്കന്മാർ 24 മൂപ്പന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നില്ല. കാരണം അവര് പുതിയ നിയമസഭയുടെ ജയാളികളല്ല. അതുകൊണ്ട് പഴയ നിയമ ഗോത്രപിതാക്കന്മാർ ആരും തന്നെ 24 മൂപ്പന്മാരിൽ ഉൾപ്പെടുന്നില്ല. 4-മത്തെ കാര്യം, ദൂതന്മാർ, സാറാബുകൾ മുതലായ സ്വർഗീയ സൃഷ്ടികൾക്ക് ദൈവത്തോനോടുകൂടെ സിംഹാസനിരിപ്പാൻ ഉള്ള അധികാരമില്ല. അവരൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നവരാണ്. 5, പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തിലെ 24 അകുലോന്യ കൂറുകൾക്ക് സ്വർഗീയ സിംഹാസനങ്ങളുള്ള ബന്ധത്തിൽ യാതൊരു സ്ഥാനവുമില്ല. അത് ഭൗമികമായ, അത് നീങ്ങിപ്പോയതാണ്, അത് തീർന്നു പോയതാ. അകുലോന്യ പൗരോഹിത്യം മാറിപ്പോയാൽ പോലും വിടാത്ത ചില ആൾക്കാരുണ്ട്. പിന്നെ 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ ഇവിടെ ഉണ്ട്, അത് മറ്റൊരു പ്രമാണത്തിലാണ് വരുന്നത്. പക്ഷെ എന്നാൽ സ്വർഗാസ്വർഗത്തിൽ അകുലോന്യ കൂറുകൾക്ക് ഇതിനോട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥാനവും അവർക്കാർക്കും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. 6, സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേർന്ന ആദ്യജാതന്മാരുടെ സഭയുടെ സ്വർഗീയ അധികാരത്തെയാണ് 24 മൂപ്പന്മാർ വെളിപ്പെടുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, സാറാബുകളല്ല, കെരൂബുകളല്ല,
അഗ്രൂന്യകൂറുകളല്ല, പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാർ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായതുകൊണ്ട് പിന്നെ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ലോകസ്ഥാപനത്തും പാർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിൽ അതിശ്രേഷ്ഠമേറിയിരിക്കുന്ന തേജസ് പ്രാപിക്കുന്ന ആദിയാതന്മാരുടെ സഭയാണ് മലയാളികളായി അവനോട് കൂടിയിരിക്കുന്നത്. അവരാണ് അധികാരത്തോളം വന്ന 24 മൂപ്പന്മാർ വെളിപ്പെടുന്നതെന്നാണ് നാം ഇതുവരെ ചിന്തിച്ചത്. അതേക്കുറിച്ച് കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു. അവരെ സാധാരണക്കാരായിരുന്ന ആൾക്കാരെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിശ്രേഷ്ഠമായ കാര്യമാണെന്ന് പറഞ്ഞിരുന്നു. അതായത് 19:28 വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതായത് 19. അപ്പം ഈ 12 ഗോത്രപിതാക്കന്മാർ വരത്തില്ല എന്നുള്ളതിൻ്റെ വ്യക്തത ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 24 മൂപ്പന്മാരിൽ 12 ഗോത്രങ്ങളെ വിധിക്കുന്നത് 12 ഗോത്രപിതാക്കന്മാരല്ല. എന്നാൽ ആ 12 ഗോത്രങ്ങളെ വിധിക്കാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരാണ്. അതിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. അവന് പകരമായി പരിശുദ്ധാത്മാവ് എടുത്ത മത്യാസ് ഉൾപ്പെടെയുള്ള 12 പേരാണ്. ഇത് കഴിഞ്ഞ സ്നേഹത്തെക്കുറിച്ച് വളരെ കാരികവിരുദ്ധയോടെ പറഞ്ഞു പോയിരുന്നു. എന്നാൽ ഒന്നുകൂടി ആവർത്തിച്ചു പോകുന്നത് സംശയം മാറാൻ വേണ്ടിയാണ്, വചനത്തെളിവോടുകൂടി പഠിപ്പിച്ചു പോകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ന്യായവിധിയുടെ അധികാരം മുഴുവനും പിതാവാം ദൈവം നൽകിയിരിക്കുന്നത് പുത്രനാം ദൈവത്തിനാണ്. അവന് ലഭിച്ചിരിക്കുന്ന സകല അധികാരത്തിനും അവനോടുകൂടി ചേരുന്നു. അതുകൊണ്ടാണ് ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുന്നത് പറഞ്ഞപ്പോൾ ആൺകുട്ടി ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുക. സിംഹാസനിരിക്കുന്ന പറഞ്ഞപ്പോൾ ആണെടുക്കപ്പെടുന്ന ആൺകുട്ടി ആദിയാതന്മാരുടെ സഭയിരിക്കപ്പെടും. അവനോട് ന്യായവിധിക്കിരിക്കുന്നു പറയുമ്പോൾ നമ്മളെ ഉൾപ്പെടും. നിങ്ങൾ എന്തിനാണ് കഥ നമ്മളെ മാറ്റി നിർത്തുന്നത്? ഒന്നിലും ദൈവസഭയെ മാറ്റി നിർത്തില്ല. തികവ് പ്രാപിച്ചാൽ പിന്നീട് അവനോട് കൂടെ അവൻ ചെയ്യുന്ന സകല ശുശ്രൂഷയ്ക്കും കൂട്ടുത്തരവാദിത്തമാണ് അവനോട് ചേരുന്ന ദൈവ മക്കൾക്കുള്ളത്. ഇവിടെ നമ്മളെ ഒരുപക്ഷെ മാറ്റി നിർത്തും. നിനക്കതിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. എന്നാൽ സ്വർഗീയ സിംഹാസനത്തിരിക്കാനുള്ള അധികാരം പ്രാപിക്കാമോ? പിന്നെ പറഞ്ഞ സ്വർഗത്തിൻ്റെ ഒരു കാര്യത്തിന് പോലും പിന്നീട് നമ്മെ കൂടാതെ ചെയ്യത്തില്ല. എത്ര അധികാരമുള്ളവരാ ഞാനും നിങ്ങളും. ഇതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നിത്യമായിട്ടുള്ള അവകാശം അല്ലേ? അത് മറ്റാർക്കെങ്കിലും ലോകത്തിൽ ലഭിക്കുമോ? ലോകത്ത് എന്തെല്ലാം അധികാരം ലഭിച്ചാലും ഞാൻ പലപ്പോഴും പറയും, ഒരു രാജ്യത്ത് ഒരു വളരാൻ പറ്റിയാൽ അവൻ ആ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത സ്ഥാനമായിരിക്കുന്ന ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ കഴിയും. തൽക്കാലം കൈവിടുന്ന് പോകും. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ, തികവ് പ്രാപിച്ചാൽ അവന് ലഭിക്കുന്നത് നിത്യതയുടെ അവകാശമായി എന്നേക്കുമുള്ളതാ. അതുകൊണ്ട് ഇതിനെ ചെറുതായി കാണാതെ ജീവിതത്തിൻ്റെ അമൂല്യമായി കണ്ടുകൊണ്ട് ദിവസങ്ങളിൽ ജീവിതത്തെ നമുക്ക് ദൈവത്തിനായി വേർപെട്ട് നിൽക്കണം, ജയാളികളായി നിൽക്കണം. അതിനുവേണ്ടിയാണ് ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അവരോട് പറഞ്ഞത് പുത്രത്വം പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്ന അതിശ്രേഷ്ഠമായ അവകാശങ്ങളെക്കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. 12 അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രം 12 പിന്നെയോ അവനോടുകൂടെ ചേരുവാൻ യോഗ്യത പ്രാപിക്കുന്ന സകലർക്കുമുള്ളതാണ് എന്ന് തിരുവചനം സാക്ഷ്യം പറയുന്നു. റോമർക്ക് 8-17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രൻ അത്രേ. പുത്രനെങ്കിലോ ദൈവഗതത്താൽ അവകാശിയുമാകുന്നു. ഗലാത്യ ലേഖനം 4 നമ്മൾ പാടണം, ഞാൻ അവകാശിയാണ്. നാം 10 പ്രാവശ്യം 15 പ്രാവശ്യം 20 പ്രാവശ്യം എപ്പോഴും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് ട്യൂണപ്പാകും. ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് നടക്കാതെ പറഞ്ഞാൽ എനിക്കിവിടെ ലോകത്തൊന്നും കിട്ടിയില്ല, പ്രാർത്ഥന എനിക്കൊന്നും കിട്ടിയില്ല, എല്ലാം നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ട് സന്തോഷമില്ലാതെ നടക്കാതെ
ദിവസങ്ങളിൽ ഉയരത്തിലേക്ക് നോക്കി പറയണം, ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശിയാണ്. എൻ്റെ പിതാവിൻ്റെ പുത്രൻ മുഖാന്തരമായി അവൻ്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഞാൻ അവകാശിയാണ്. രാത്രിയിൽ ആ അവകാശത്തിനായി സ്തോത്രം ചെയ്യാം. പലരും ഇവിടെ പിറുപിറുത്തും പരിവേദനം പറഞ്ഞും വല്ലാതെ നിരാശപ്പെട്ട് നടക്കുമ്പോൾ നാം അങ്ങനെ ആ കൂട്ടത്തിലാകാൻ പാടില്ല. സന്തോഷത്തോടെ പറയണം, ഞങ്ങൾ അവകാശികളാണ്. നാം അവകാശികളാണ്, മക്കളാകുന്നു, അവകാശികളാകുന്നു. ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് കൊണ്ടുവന്നത്. പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് മറഞ്ഞിരുന്നൊരു മർമ്മമുണ്ട്. എന്താണെന്നറിയാമോ? നിരവധി മർമ്മങ്ങളുണ്ട്. ദൈവം വെച്ചാൽ മർമ്മങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാം. എന്നാൽ പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മമുണ്ട്. അതെന്താണെന്നറിയാമോ? മർമ്മം അത് നമ്മളെ കുറിച്ചുള്ളതാണ്, ജാതികളെ കുറിച്ചുള്ള മർമ്മമാണ്. അത് മനുഷ്യർക്ക് അറിവായിരുന്നതല്ലായിരുന്നു. അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു, ഇസ്ഹാക്കിന് ആർക്കും അറിയത്തില്ലായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഉണ്ടായിരുന്നു, സകല ജാതികൾക്കും പിതാവാകുമെന്ന് പറയാൻ കാരണം അതാണ്. സർവജനത്തിൻ്റെയും രക്ഷയായിരിക്കുന്ന സുവിശേഷത പറഞ്ഞിരുന്നു. എന്നാൽ ഇത് എന്താണെന്നുള്ളത് പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെളിപ്പെട്ടു വന്നു. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മം മറ്റൊന്നുമല്ല. ഏതാണ് മർമ്മം? എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് പൂർവമനുഷ്യർക്ക് അഥവാ പൂർവ്വപിതാക്കന്മാർക്ക്, പഴയ നിയമ വിശുദ്ധന്മാർക്ക് മറഞ്ഞിരുന്ന മർമ്മം എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് മറഞ്ഞിരുന്ന മർമ്മം നമ്മളെ കുറിച്ചുള്ള മർമ്മമായിരുന്നു. ക്രിസ്തു മുഖാന്തരമുള്ള സകല ജാതികളിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച് അവരെ തികവിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ ഇത് ഇസ്രായേൽ ഗോത്രത്തിനും ഇസ്രായേൽ മക്കൾക്കും മാത്രമുള്ളതല്ല. അവിടെ ഇസ്രായേൽ ഗോത്രം 12 പറഞ്ഞിട്ട് അത് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നു. ഈ മർമ്മം പത്രോസിനും അറിയത്തില്ലായിരുന്നു. പത്രോസ് പറഞ്ഞു, ആത്മാവിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് അറിയത്തില്ലായിരുന്നു. എന്നാൽ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോഴാണ് അവനത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നത്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ജാതികളെ കുറിച്ചുള്ള മർമ്മമാകട്ടോ. അത് ഇത്ര ശ്രേഷ്ഠമേറിയ മർമ്മമായിരുന്നു. മർമ്മം എന്താണ്? സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളി. ന്യായപ്രമാണ മുഖാന്തരം നമുക്ക് പൗരോഹിത്യമില്ലായിരുന്നു, നമുക്ക് സിംഹാസനം ഇല്ലായിരുന്നു. യഹൂദാഗോത്രത്തിൽ ജനിക്കണമായിരുന്നു. പൗരോഹിത്യം വേണമെങ്കിൽ ലേവ്യ ഗോത്രം വേണമായിരുന്നു. ന്യായാധിപന്മാരാകണമെങ്കിൽ ദാൻ ഗോത്രക്കാരായിരിക്കണമായിരുന്നു. അങ്ങനെ പലതിനും പല ഗോത്രങ്ങളായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവകൃപയാൽ നാം പുരോഹിതന്മാരാണ്, രാജാക്കന്മാരാണ്. നമ്മളെയൊക്കെ ന്യായാധിപന്മാരാക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനുള്ളതെല്ലാം നമുക്ക് തന്നിരിക്കുന്നു. എത്ര ഭാഗ്യകരമായ അവകാശമാണ് ദൈവം നമുക്ക് തന്നത്. ഇതൊക്കെ നമുക്കുണ്ടായിട്ടും നമ്മുടെ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള നെടുവീർപ്പുകൾ മാറുന്നില്ല. കഥാ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഈ ഭൂമിയിലെ ആയുസ് മാത്രം പ്രത്യാശ വെച്ചാൽ നിങ്ങൾ സകല മനുഷ്യന്മാരാണെന്ന് പറഞ്ഞു. എന്നാൽ അരിഷ്ടത മാറി സകല മനുഷ്യരും സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന അതിമഹത്തായ അവകാശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് നമ്മുടെ അരിഷ്ടത മാറുന്നത്, നമ്മുടെ പ്രയാസം മാറുന്നത്, ദുഃഖം മാറുന്നത്, വേദന മാറുന്നത്. അതെ, നിരവധി വേദന പ്രയാസമുണ്ട്. ആ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് കിടന്ന യേശുവിന്റെ മാനസാന്തത്തിലേക്ക് വന്ന വ്യക്തി എത്ര വേദനപ്പെട്ട് കിടന്നവനാ.
പക്ഷെ അവൻ ആ ക്രൂശിന്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, യേശു ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന്റെ വേദന മാറിപ്പോയി. പ്രത്യാശയോടെ രാത്രിയിൽ ക്രൂശിനെ ധ്യാനിച്ചാൽ, യേശുവിനെ മനസ്സിലാക്കിയാൽ, യേശു എന്തിനാ ക്രൂശ് സഹിച്ചതെന്നുള്ളത് കാര്യം ഓർത്തു കഴിഞ്ഞാൽ, അവൻ എന്തിനാ മുൾക്കിരീടം ധരിച്ചതെന്ന് ഓർത്തു കഴിഞ്ഞാൽ പറയുക, 24 മൂപ്പന്മാർ പൊൻകിരീടധാരികളായി സിംഹാസനത്തിരിക്കുന്നു. ഒന്നുമില്ലാത്തവനെ പോലെ തള്ളപ്പെട്ടവനായി വലിയൊരു കുരിശ് ചുമന്ന് തന്റെ പുത്രനെ ദൈവം നടത്തിയത് മറ്റൊന്നിനു വേണ്ടിയല്ല, അധികാരം അവന്റെ തോളിലിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ തോളിൽ കൊടുത്തത് വലിയ കുരിശായിരുന്നു. ആ വഹിച്ച കുരിശിന്റെ അകത്ത് എന്റെ നിങ്ങളുടെ അധികാരമുണ്ട്. ഇത് രാത്രിയിൽ അധികാരത്തിലേക്ക് വരുവാൻ ദൈവാത്മാ ആഹ്വാനം ചെയ്യുക. അതെ, കഴിഞ്ഞ 2000 വർഷം മുമ്പ് യേശു അവൻ വഹിച്ച അധികാരം അവന്റെ തോളിലിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം, അധികാര ചിഹ്നങ്ങൾ പലതും കൊടുക്കുന്ന നക്ഷത്രങ്ങളും പല ചിഹ്നങ്ങളും കൊടുത്ത് അവിടെ അധികാരം വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന് പിതാവാം ദൈവം കൊടുത്തത് വലിയൊരു മലക്കുരിശായിരുന്നു. അധികാരം അവന്റെ തോളിന്മേലിരിക്കും. ആ കുരിശ് വഹിച്ചവൻ, അത് ചുമന്നുകൊണ്ടുപോയവൻ, അവനോട് കൂടെ കൂട്ടവകാശ തിരുവാൻ, കൂട്ടുഭരണത്തിനുള്ള വ്യക്തികളെ, അധികാരമുള്ളവരെ വളർത്തിയെടുക്കുവാൻ, പണിതെടുക്കുവാൻ, സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാ അവൻ അന്ന് ആ ക്രൂശ് വഹിച്ചത്. രാത്രിയിൽ കുരിശ് വഹിച്ചുകൊണ്ട്, അവൻ തോളിൽ വഹിച്ചുകൊണ്ട് പോകുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയുമോ? എന്തിനു വേണ്ടിയാ? എന്നെയും നിങ്ങളെയും അധികാരമുള്ളവരാക്കി മാറ്റുവാൻ. അവരുടെ തലയിൽ മുൾക്കിരീടം വെച്ചത് നമ്മുടെ തലയിൽ പൊൻകിരീടം വയ്ക്കുവാൻ വേണ്ടിയാ. ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയുമോ? അതിനുവേണ്ടി ജീവിതത്തെ യഥാർത്ഥമായി വിട്ടുകൊടുക്കാൻ കഴിയുമോ? രാത്രിയിൽ എത്ര പേർക്ക് ആ അധികാരം, യേശുവിന്റെ അധികാരം അവന്റെ തോളിലിരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, ലോകത്തിന് വന്നപ്പോൾ അവനിവിടുന്ന് അധികാരത്തിന്റെ ചില ചിഹ്നങ്ങൾ വെച്ചു നടക്കുകയല്ല ചെയ്തത്. അവൻ ആ അധികാരം, ആധിപത്യവന്റെ തോളിലായിരുന്നു. ആധിപത്യവന്റെ തോളിൽ വഹിച്ചു. ആ ആധിപത്യം, ക്രിസ്തു വഹിച്ച ആധിപത്യം ക്രൂശായിരുന്നു. ആ ഭാരം അവൻ വഹിച്ചത് നമ്മെ ആധിപത്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയാ. അവന്റെ ആധിപത്യം നിത്യാധിപത്യമാ. എന്നാൽ അവൻ കഷ്ടം സഹിച്ചത് അല്പസമയത്തേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഞൊടിയിടയ്ക്കുള്ള കഷ്ടം നമ്മുടെ നിത്യാധിപത്യത്തിന് വേണ്ടി ആകിയാൽ ക്രിസ്തുവിന്റെ കൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്കും ആ നമ്മുടെ ക്രൂശിനെ വഹിച്ചുകൊണ്ട് നടക്കാമെങ്കിൽ ആധിപത്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ ക്രൂശുകളെ വഹിച്ചുകൊണ്ട് ദിവസങ്ങളിൽ ഈ വഹിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, ആധിപത്യവന്റെ തോളിലിരിക്കുമെന്ന് ക്രിസ്തു കാണിച്ചെന്ന കുരിശ് അവൻ വഹിച്ചത്. അവൻ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും ചില കുരിശ് വഹിക്കണം. നമ്മുടെ കുരിശ് വഹിക്കുന്നത് എന്തിനു വേണ്ടി അറിയാമോ? നിത്യ ആധിപത്യത്തിന് വേണ്ടി. അതിനെയാണ് കഷ്ടത എന്ന് പറയുന്നത്. ആ ഭാരം നാം വഹിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ നായകൻ അവൻ ആ ക്രൂശ് വഹിച്ച് കാണിച്ചു തന്നു. അവന്റെ ആധിപത്യം തോളിലുണ്ട്. ആ നിത്യാധിപത്യം നമുക്ക് നൽകാൻ വേണ്ടി അവൻ വഹിച്ച് ജയാളിയെ തീർന്നെങ്കിൽ ഇന്ന് വഹിക്കുന്നവരെ അന്ന് കുറേനേക്കാരന് ശിമോന ഒന്ന് താങ്ങിത്തന്നെങ്കിൽ ഇന്ന് നാം ഇത് വഹിക്കുമ്പോൾ നമ്മളെ താങ്ങുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭാരത്തെ ലഘുവാക്കുവാൻ പുത്രൻ പിതാവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അവൻ നമ്മളെ താങ്ങി നിർത്തുന്നുണ്ട്. ഞാനിന്ന് ആ കരം കാണുകയാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നതും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് ഭൂമിയിൽ നമ്മുടെ ഭാരമേറുമ്പോൾ നമ്മളെ താങ്ങി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. അതേ, നാം ഇത് വഹിച്ചേ മതിയാകുകയുള്ളൂ. നാം എത്തേണ്ട സ്ഥലത്തെത്തുവോളം അവൻ നമ്മെ നയിക്കുവാൻ വിശ്വസ്തൻ തന്നെ. നമ്മളെ ഒറ്റയ്ക്കല്ല ദൈവമാക്കിയിരിക്കുന്നത്. രാത്രിയിൽ ജീവിതത്തിൽ സ്വർഗീയ ആധിപത്യത്തിലേക്ക് എത്തുവാൻ, അധികാരത്തിലേക്ക് എത്തുവാൻ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്ത് അവനിൽ കഷ്ടങ്ങൾ നമ്മളിൽ കൂടുന്തോറും നമ്മളെ ജയാളികളാക്കുവാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഇവിടെ നമുക്കത് മനസ്സിലാകുന്നത്. ഈ പുത്രത്വം പ്രാപിക്കുന്നതിൽ ഒരു ജാതിമത അങ്ങനെ മുഖപക്ഷങ്ങൾ, സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. സകലരെയും കർത്താവ് അതിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. മതം, ഭാഷ, ഗോത്രം എന്നുള്ള വേർതിരിവുകളൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. സ്വർഗസിംഹാസനത്തിൽ ഇരിക്കാനുള്ള അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ഇന്ന ജാതിക്ക് ഇന്നതെന്നുള്ള രീതിയിൽ കോട്ട നിശ്ചയിച്ചിട്ടില്ല.
അങ്ങനെ വെച്ചിട്ടില്ല. അധികാരം അങ്ങനെ ഓരോരുത്തർക്ക് അവകാശം ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ഗോത്രത്തിൽ നിന്നും ഭാഷയെന്നും വംശങ്ങളെന്നും വിളിച്ചു ചേർക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. ഒരു മുഖപക്ഷം കൂടാതെ ഏത് മനുഷ്യനും ഈ സന്ദേശം സുവിശേഷം ഉൾക്കൊള്ളുന്ന ഏത് മനുഷ്യനും ആ തികവിലേക്ക് എത്തുവാൻ കഴിയുമെങ്കിൽ ജയാളിയായി തീരാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് കൊലഹീനമാകട്ടെ, നികൃഷ്ടമാകട്ടെ, ഒന്നുമില്ലാത്തതാകട്ടെ, പക്ഷേ ക്രിസ്തുവിൻ്റെ സിംഹാസനം നമ്മളെ ഉയർത്തും. ജയിലറെ കിടക്കുന്നവനെയും ഭാവിയെയും ഈ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കൊടുംഭാവിയായിരുന്നവനെ ദൈവം രക്ഷിച്ചെങ്കിൽ ദിവസം സുവിശേഷം മുഖാന്തരമായി എത്രമാത്രം നീചമായി പോയിട്ടുള്ള തലമുറയാണെങ്കിലും അവരെ വിടുവിച്ച് നമ്മെ ശുദ്ധമാക്കി നമ്മെ ആർത്തികയിലേക്ക് എത്തിച്ച് സിംഹാസനത്തിലെത്താൻ ദൈവത്തിന് കഴിയും. അതിനകത്ത് പ്രത്യേകിച്ചുള്ള റിസർവേഷൻസ് ഒന്നുമില്ല, ഇന്നവർക്ക് വേണ്ടി എന്നുള്ളതില്ല. അത് സകല മനുഷ്യർക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഓപ്പൺ അല്ലെങ്കിൽ ജനറൽ കോട്ടയാണ്, ജനറലായിട്ടുള്ളതാണ്, റിസർവേഡ് അല്ല. എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. ഇന്ന ഗോത്രത്തിൽപ്പെട്ടവനായതുകൊണ്ട്, അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമല്ല, അബ്രഹാമിൻ്റെ സന്തതി അല്ലാത്തവരെയും ദൈവം അതിലേക്ക് കൊണ്ടിരിക്കുക. നമുക്കറിയാം അബ്രഹാമിൻ്റെ സന്തതി അല്ലാത്തവരും. അതുകൊണ്ടാണ് സിയോനെക്കുറിച്ച് 87-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഇവനും അവനും അവിടെ ജനിച്ചെന്ന് പറയുന്നത്. ഒരു ഗോത്രവുമായിട്ട് ബന്ധമില്ലാത്തവരും അവരെ ജനിച്ചാട്ടാണ് കാണിച്ചിരിക്കുന്നത്. സ്ഥലജാതികൾ എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങളോ സന്തതികളോ പരമ്പരകളോ നോക്കാതെ സുവിശേഷത്താൽ വളർച്ച പ്രാപിക്കുന്ന ഏവർക്കും ഉള്ള ഭാഗ്യമുണ്ടെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവിക പുത്രത്വവും അധികാരവും പ്രാപിക്കുന്ന ദൈവസഭ 3 കൂട്ടരെ ന്യായം വിധിപ്പാനുള്ള അധികാരമുണ്ടെന്നുള്ള വചനം നൽകുന്നു. നമുക്കിതുവരെ നമുക്ക് ലഭിക്കേണ്ട പദവിയെക്കുറിച്ച് നമുക്കറിയത്തില്ല. എന്തിനാ വിശ്വാസത്തിൽ വന്നെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ പോകുമെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കൂടുതലൊന്നും അറിയത്തില്ല. നാം ആരാകും എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വെളിപ്പാട് പുസ്തകം തന്നിട്ടുണ്ട്. ലേഖനങ്ങൾ നമുക്ക് ദൈവത്തിൽ നമ്മൾ ആരാകും എന്നുള്ളതിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ 3 കൂട്ടരെ ഇനിയും ന്യായവിധിക്കാനുള്ള അധികാരം പുത്രന് പിതാവാം ദൈവം കൊടുത്തിരിക്കുന്നു. പിതാവാം ദൈവം കൊടുത്തിരിക്കുന്ന സകല അധികാരവും തൻ്റെ സഭയ്ക്കും ആദ്യം മാറിനോട് ചേർന്നവർക്ക് നൽകിയിരിക്കുന്നു. ആരൊക്കെയാണ് ന്യായം വിധിക്കുന്നത്? മത്തായി സുവിശേഷം നമ്മൾ കണ്ടു. മത്തായി സുവിശേഷം 19-28 വാക്യവും ലൂക്കോസ് 2-ാം അധ്യായം 30-ാം വാക്യവും വായിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിപ്പാനുള്ള അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാർ കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ അഥവാ ജാതികളെ നിങ്ങൾ വിധിക്കും എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തെ വിധിക്കും, ജാതികളെ വിധിക്കും. അധികാരം ദൈവസഭയ്ക്ക് തന്നിട്ടുണ്ട്. 3 ദൂതന്മാരെ വിധിക്കാനുള്ള അധികാരം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാം വാക്യം എടുത്ത് വായിച്ചാൽ മതി. നിങ്ങൾ ലോകത്തെ വിധിക്കും, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ദൂതന്മാർ പോലും നമസ്കരിക്കുന്നത്. പാപം ചെയ്ത് ദൂതന്മാരെ വിധിക്കാനുള്ള അധികാരമുള്ളവരാണ് കുഞ്ഞാടിനോട് ചേരുന്ന ദൈവസഭ. ചങ്ങലയിട്ട് കിടപ്പില്ലേ? ഇവിടെ വന്ന് അഹങ്കരിച്ച് പാപം ചെയ്ത് ദൂതന്മാരോടെ കിടപ്പില്ലേ? ഒടുക്കത്തെ നാളിൽ അവർ ന്യായം വിധിക്കാൻ വെള്ളസ്വാസത്തിൽ ദൈവത്തോടുകൂടി ഇരിക്കുമ്പോൾ ഞാനും നിങ്ങൾ കർത്താവിനോട് ജയാളികളായിട്ടുള്ള കൃപയാൽ അവിടെ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചായിരിക്കും. അവരെ ഒന്ന് ന്യായം വിധിക്കുമ്പോൾ അവരെയും കൂടി ന്യായം വിധിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കാനുള്ള ആരാണെന്ന് ദൈവം പറഞ്ഞു. ജാതികളെ, അഥവാ ഞാനിത് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുന്നത് ഈ 12 അപ്പോസ്തലന്മാർ ആരാകുന്നു, 24 മൂപ്പന്മാർ നടത്തി. അപ്പം 12 ഗോത്രങ്ങളെ വിധിപ്പാനുള്ള അധികാരം ലഭിക്കുന്നത് 12 അപ്പോസ്തലന്മാർക്കാണെന്നുള്ളത് കർത്താവ് പൗലോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന 1 കൊരിന്തി 6-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാനത് വായിച്ചിട്ട് അത് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് 24 മൂപ്പന്മാരിലെ 12 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. 1 കൊരിന്തി 6-ാം അധ്യായം 2-ാം വാക്യം, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐകിക കാര്യങ്ങളെ എത്രയധികം. ഈ വചനത്തിൽ നിന്നാണ് നമ്മളിതിനെ എടുത്തത്. അപ്പോൾ നമ്മൾ ആരെയൊക്കെ വിധിക്കാനുള്ളവരാണ്? ലോകം എന്ന് പറഞ്ഞാൽ ജാതികളെ വിധിക്കാനുള്ളതാണ്. 2 പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ വിധിക്കുക. ദൂതന്മാരെ വിധിക്കുന്നത് 2-ാമത്തെ വരവിലല്ല, 1000 ആണ്ട് വാഴ്ചയിലാണ്. അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒടുക്കത്തെ നാളിലെ വെള്ളസിംഹാസനം ഭാഗമുള്ള ന്യായവിധിയിലാണ് ദൂതന്മാരെ വിധിക്കുന്നത്.
പാതാളം തങ്ങളെ ഏൽപ്പിക്കുന്നത്, മണ്ണം തങ്ങളുടെ നരകം ഏൽപ്പിക്കുന്നതാണ്. അന്നാണ് അവിടെ അത്. അപ്പം കഥാവിടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എല്ലാം നമ്മൾ പങ്കാളികളാണ്. ഇപ്പം പിസായ ഗോത്രത്തെ വിധിക്കുന്ന ആരാണെന്ന് മനസ്സിലായെങ്കിൽ ജാതികളാകുന്ന ലോകത്തെ വിധിക്കേണ്ടത് ആരാണെന്നുള്ളത് ആണ് നാം ചിന്തിക്കുമ്പോഴാണ് ജാതികളുടെ പ്രതിനിധീകരിക്കുന്നവർ കൂടി 24 മൂപ്പന്മാർ ഉൾപ്പെടുന്നു, അഥവാ നമ്മളെ ഉൾപ്പെടുത്തുന്നു, നമ്മൾ അതിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ന്യായം വിധിപ്പാൻ അധികാരമുള്ള നീതിസൂര്യനും അതതിൻ്റെ സമയത്ത് പ്രത്യക്ഷപ്പെട്ട് ന്യായവിധി നടത്തുമ്പോൾ അവനോടുകൂടെ ന്യായവിധി നടത്തുവാനുള്ള അധികാരമുള്ളവരാണ് പുത്രത്വം പ്രാപിക്കുന്ന സൂര്യ തേജസ് പ്രാപിക്കുന്ന തേജസ്സിൻ്റെ മക്കൾ. അപ്രകാരമുള്ള സന്ദർഭങ്ങളിലാണ് 24 മൂപ്പന്മാരുടെ തേജസ്സിൻ്റെ അധികാരത്തെ വ്യക്തമാക്കുന്നതിന് ഈ 3 ന്യായവിധികളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒന്നാമത്തേത് രാത്രി ഞാൻ ചിന്തിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ട് അത് എളുപ്പമാണ്. ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിപ്പാനുള്ള അധികാരം, അതേക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 13-ാം വാക്യവും 1-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തത നൽകുന്നു. അവിടെ 12 ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കാൻ അധികാരം ലഭിക്കുന്നത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ. ഇത്രയും പേരാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 11 പേരുടെ കൂടെ മത്യാസ് കൂടി ഉൾപ്പെടുന്നു. 12 പേര്. 12 സിംഹാസനിരിക്കുന്നത് അന്ന് മഹത്വ സിംഹാസനിരിക്കുമ്പോൾ 12 സിംഹാസനിരുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് അന്ന് ദൈവസഭയെ പ്രതിനിധിക്കുന്ന 12 അപ്പോസ്തലന്മാർ, ഇവര് 12 പേരാണ്. അപ്പം അത് മനസ്സിലായതുകൊണ്ട് ലോകത്തെ അഥവാ ജാതികളെ വിധിപ്പാനുള്ള അധികാരം ലഭിക്കുന്നത് ആർക്കാകുന്നത് ചോദിക്കുമ്പോൾ കർത്താവിനും മഹത്വത്തിന്റെ സിംഹാസനിരിക്കുമ്പോൾ അവന്റെ ഇടത്തുഭാഗത്ത് നിൽക്കുന്നവരിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ള ഉൾപ്പെടുന്ന നീതികെട്ടവരെ ന്യായം വിധിക്കുന്ന ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് തെളിവുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങൾ ഉൾപ്പെടാത്തവരായ ലോകജാതികളെ ന്യായം വിധിപ്പാനുള്ള അധികാരം ദൈവസഭയ്ക്കാണുള്ളത് എന്ന് പറഞ്ഞാൽ ജാതികൾ എന്നുള്ള വിധിക്കാനുള്ളത്. അതാണ് മേലുദ്ധരിച്ച വാക്യത്തിൽ ജാതികൾ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇസ്രായേലിലെ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നെങ്കിലും ദൈവം അവനെ അപ്പോയിന്റ് ചെയ്ത് നിയോഗിച്ചയച്ചത് ജാതികളുടെ അപ്പോസ്തലനായിട്ടായിരുന്നു. പൗലോസ് ജാതികളുടെ അപ്പോസ്തലനായിരുന്നു. റോമക്കെതിരും 11-ാം അധ്യായം 14-ാം വാക്യം അതിനെ വ്യക്തത നൽകുന്നു. എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത് എന്നാണ് നമ്മോട് പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ അപ്പോൾ ജാതികളുടെ അപ്പോസ്തലൻ ഒന്നാമൻ ആരാണ്? പൗലോസാണ്. പൗലോസ് യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ പത്രോസാണെങ്കിൽ ജാതികളോടുള്ള ബന്ധത്തിലെ അപ്പോസ്തലന്മാരിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൗലോസാണ് ജാതികളുടെ അപ്പോസ്തലൻ. ദൈവസഭയ്ക്ക് ജാതി നിന്ന് അനേകർ വിശ്വാസജ്ഞാനം സ്വീകരിച്ച ദൈവസഭയുടെ അംഗങ്ങളെ തീർന്നുവെന്നാണ് ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കി. അവരെ സ്വർഗത്തിൽ പ്രദാനം ചെയ്യുന്നവരാണ് സിംഹാസനിരിക്കുന്ന 20 മൂപ്പന്മാരിലെ 12 മൂപ്പന്മാർ. അവിടെ സ്വർഗ സിംഹാസനങ്ങൾ ഇരിക്കുമെന്നും ലോകത്തെ ന്യായം വിധിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തതയാണ് ഈ തിരുവനഭാഗങ്ങളിൽ നിന്നും വ്യക്തമാക്കപ്പെടുന്നത്. ഈ ന്യായവിധിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാതെ ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. വെറുതെ പറഞ്ഞാൽ അംഗീകരിക്കുക ചെയ്യരുത്. എന്താണെന്ന് മനസ്സിലാവും. ഇസ്രായേൽ ഗോത്രങ്ങളെ 12 ന്യായം വിധിക്കുമെങ്കിൽ അന്ന് ഇടത്തും വലത്ത് നിർത്തുമ്പോൾ ഇടത്ത് നിൽക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല ജാതികളുള്ളൂ. അപ്പൊ ജാതികളെ ന്യായം വിധിക്കാനുള്ള അധികാരം 12 അപ്പോസ്തലന്മാർക്കുണ്ട്. അത് പൗലോസ് ഉൾപ്പെടുന്ന 11 പേർ, അവിടെ പേര് അത് അറിയത്തില്ല. അത് ദൈവം മർമ്മമായി വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇവരാണ് ഈ 12 ജാതികളെ വിധിക്കാനുള്ള. ജാതികൾ എന്നുള്ള അപ്പോസ്തലന്മാരെ 12 പേരും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത യേശു ക്രിസ്തു തിരഞ്ഞെടുത്തവരും പരിശുദ്ധാത്മാവ് കാലാകാലങ്ങൾ തിരഞ്ഞെടുക്കുന്ന 12 24 മൂപ്പന്മാരെയാണ് ഇങ്ങനെ 24 മൂപ്പന്മാർ സിംഹാസനിരിക്കുന്ന ജയാളികളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ ദൈവസ്ഥ അംഗങ്ങളായിത്തീരുന്ന ജാതികളെ കുറിച്ച് വലിയൊരു മർമ്മം വെളിപ്പെടുത്തിയിരുന്നു. അത് ജാതികളുടെ സുവിശേഷത ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാക്യത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് സുവിശേഷത്തിൽ ജനിച്ച സുവിശേഷ പഠനം തികവ് പ്രാപിക്കുന്ന ജയാളിയായ സഭ
പിതാവാം ദൈവം അവർക്ക് കൊടുക്കുന്ന അധികാരത്തുള്ള ബന്ധത്തിൽ സിംഹാസിരിക്കുന്ന 24 മൂപ്പന്മാരെയാണ് കാണിച്ചിരിക്കുന്നത്. 24 മൂപ്പന്മാരിൽ കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ ഒഴികെയുള്ള 11 പേര്, ദൈവനിയോഗത്താൽ യൂദയ്ക്ക് പകരമായി അപ്പോസ്തലന്മാർ എന്ന ചീട്ടിട്ടെടുത്ത മത്തിയാസ്, ജാതിയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസ്, പരിശുദ്ധാത്മാവാൻ ദൈവം ജാതിയിൽ നിന്ന് വിവിധ കാലയളവിൽ പേരുകൾ വെളിപ്പെടുത്താതെ ആഗോള ദൈവസഭയിൽ തിരഞ്ഞെടുക്കുന്ന 11 അപ്പോസ്തലന്മാർ. ഇവരാണ് പൊൻകിരീടധാരികളായി വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനിക്കുന്ന 24 മൂപ്പന്മാർ. 13 പേരുടെ പേരുകൾ അറിയാം, 11 പേരുടെ പേര് മർമ്മമാണ്, അറിയത്തില്ല. അത് ദൈവത്താൽ ദൈവം അത് വെളിപ്പെടുത്തും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം നീക്കുമ്പോൾ 24 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത രാത്രിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗീയ പിതാവാം തൃത്വത്തിലെ സ്വർഗീയ പിതാവാം ദൈവത്തിന് അധികാരത്തിലുള്ള ബന്ധത്തിലാണ് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ദൈവസഭ 24 മൂപ്പന്മാർ പൊൻകിരീടധാരികളായി വെള്ളിയുടുപ്പ് ധരിച്ചത് 24 സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് വായിക്കുന്നത്, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. സംഗീതം 21 1 3 മുതൽ വാക്യങ്ങളാണ്. യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു പറഞ്ഞിട്ട് പറയാണ്, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവാൻ ദൈവം നമ്മുടെ തലമേൽ തങ്കക്കിരീടം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതേ അന്ന് രാജാവ് എന്നുള്ള പദത്തിൽ രാജാക്കന്മാരുടെ ബന്ധത്തിലായിത്തീരുന്ന, അധികാരമുള്ളവരായിത്തീരുന്ന, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ അധികാരമുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് അധികാരത്തിൻ്റെതായിട്ടുള്ള സിംഹാസനം നൽകും. തങ്കക്കിരീടം നമ്മുടെ തലമേൽ വയ്ക്കും. അവരാണ് അധികാരത്തിന്റെ ബന്ധത്തിൽ സ്വർഗാസുഖത്തിൽ എത്തിച്ചേരുന്ന സഭയുള്ള ബന്ധത്തിൽ 24 മൂപ്പന്മാർ വെളിപ്പെടുത്തുന്നത്. ശുശ്രൂഷ ബന്ധത്തിൽ 24 ജീവികളുള്ള ബന്ധത്തിൽ ദൈവം വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ നമ്മൾ ചിന്തിക്കും. 24 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളത് രാത്രി മനസ്സായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാനത് ആവർത്തിച്ച് പറയാം. 24 മൂപ്പന്മാരിൽ കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ ഒഴികെയുള്ള 11 പേർ. ദൈവനിയോഗത്താൽ യൂദയ്ക്ക് പകരമായി അപ്പോസ്തലന്മാർ ചീട്ടിട്ടെടുത്ത മത്തിയാസ്, ജാതിയിൽ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന പൗലോസ്, പരിശുദ്ധാത്മാവാൻ ദൈവം ജാതികളെന്ന് വിവിധ കാലയളവിൽ പേരുകൾ വെളിപ്പെടുത്താതെ ആഗോള ദൈവസഭയിൽ തിരഞ്ഞെടുക്കുന്ന 11 അപ്പോസ്തലന്മാർ. ഇങ്ങനെയുള്ള 24 അപ്പോസ്തലന്മാരാണ് അധികാരമുള്ളവരായി ലോകത്തെ ന്യായം വിധിപ്പാൻ, അതുപോലെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞുള്ള ഒടുക്കത്തെ നാളിലെ ന്യായവിധിയിലും, അതെ അന്ന് സകലരെയും ന്യായം വിധിക്കുമ്പോൾ കർത്താവിനോടുകൂടി അവൻ്റെ സിംഹാസനിരിപ്പാനുള്ള പദവി ആഗോള ദൈവസഭയ്ക്കുണ്ട്. 24 മൂപ്പന്മാർ ആരാണെന്നുള്ളത് കർത്താവ് ഇതൊക്കെ നേരത്തെ പറഞ്ഞു പോയത് നമുക്കിത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജാതികളെ ന്യായം വിധിക്കും എന്നുള്ളത് അത് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ജാതികളെ എന്നുള്ള അപ്പോസ്തലന്മാരെയുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മർമ്മത്തെക്കുറിച്ച് മനസ്സിലായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നാം ഏതെങ്കിലുമൊക്കെ ചില സങ്കല്പങ്ങളിൽ പോകേണ്ടിവരായിരുന്നു. അത് സങ്കല്പങ്ങളല്ല, വചനത്തെ അടിസ്ഥാനത്തിൽ 24 മൂപ്പന്മാർ എന്നുള്ളത് ഇന്നത്തെ പേർക്ക് പറയാൻ കഴിയും, ഞാനും അതിൽ ഉൾപ്പെടുവാനുള്ളതാ. അധികാരത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ തലമേലും ആ സ്വർഗീയ സിംഹാസനത്തിൽ എത്തുമ്പോൾ എൻ്റെ തലമേലും തങ്കക്കിരീടം വയ്ക്കും. ദിവസങ്ങളിൽ നമ്മുടെ തലകളെ ഉയർത്തി പറയാം, നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മകനീയ പദവി എത്തുവാൻ, അവനോടുകൂടെ വാഴുവാൻ, അവനോടുകൂടെ ആയിരിക്കാൻ, അധികാരത്തിലേക്ക് എത്തുവാൻ സ്വർഗമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. 24 മൂപ്പന്മാർ ആരാകുന്നുള്ളത് വളരെ വ്യക്തതയോടെ വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ദൈവം വെച്ചാൽ 4 ജീവികളെക്കുറിച്ചും 7 ദൈവങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തുടർന്ന് നമുക്ക് ചിന്തിക്കും. ഉൾപ്രാവണാനന്തര സഭ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്വർഗാസ്വർഗത്തിൽ അവനോടുകൂടി അവൻ്റെ സിംഹാസനിരിക്കാനുള്ള വരം ലഭിച്ചവർ സ്വർഗീയ സിംഹാസന അധികാരത്തിൽ ബന്ധത്തിലിരിക്കും. ശുശ്രൂഷയുടെ ബന്ധത്തിൽ കുഞ്ഞാടിനോടുകൂടെ 4 ജീവികളെ കാണാം എന്നുള്ളതും, പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ 7 ദൈവങ്ങളെയും വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് കൃപ നൽകും. ഇന്ന് രാത്രിയിൽ ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പദവിയും നമ്മുടെ ഉയർച്ചയും എല്ലാം കണ്ടുകൊണ്ട് പല്ലുകടിക്കുന്ന സാത്താനുണ്ട്. അവനറിയാം ഇതൊക്കെ നടക്കാൻ പോവുകയാണ്. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ എന്നേക്കും നിത്യനരകാലത്തിൽ ഉരുകിപ്പോകുമ്പോൾ, ഒഴുകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ
ദൈവത്തിൻ്റെ സിംഹാസനത്തിരിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചവരായി രാത്രി കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ ഹൃദയങ്ങളുടെയും വേദനകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ആ സ്വർഗീയ സിംഹാസനത്തിന്റെ ആ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ദിവസം ജീവിപ്പാൻ, സ്വർഗീയ സിംഹാസന ദർശനം കിട്ടിയവരായി ജയാളികളായി ജീവിപ്പാൻ കർത്താവ് ഈ പഠന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.